രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കോടതിയിൽ തെളിവായി അംഗീകരിക്കുന്ന ഈ മൊഴി അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ട് ഏതാണ്ട് 2 മാസത്തോളമായി. എന്നിട്ടും എന്തുകൊണ്ട് അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിക്കും ഈ മന്ത്രിമാർക്കും സ്പീക്കർക്കുമെതിരായി നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നത് ഗൗരവമേറിയ ഒരു കാര്യമാണ്. ഇത് മുഖ്യമന്ത്രിയും BJPയും തമ്മിലുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമായിട്ട് വേണം നമുക്കിതിനെ കാണാൻ. മുഖ്യമന്ത്രിക്കും 3 മന്ത്രിമാർക്കും സ്പീക്കർക്കും പങ്കുണ്ട് എന്നുള്ള കസ്റ്റംസിൻ്റെ സത്യവാങ്മൂലം അതീവ ഗൗരവതരമായ ഒരു സത്യവാങ്മൂലമാണ്. കേരളത്തിന് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് നേരിട്ട് സാമ്പത്തിക ലാഭം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വസ്തുത കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഡോളർ കടത്തിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന സ്വപ്നയുടെ രഹസ്യമൊഴി. സ്വപ്നയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ വന്ന ഒരു കേസിന്റെ സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച സത്യവാങ്മൂലം കസ്റ്റംസ് നൽകിയത്. മുഖ്യമന്ത്രിയെ കൂടാതെ സ്പീക്കറുടെയും 3 മന്ത്രിമാരുടെയും പേരുകൾ മൊഴിയിലുണ്ടെന്നാണ് കസ്റ്റംസിന്റെ വെളിപ്പെടുത്തൽ. മൊഴി പുറത്തു വന്നതോടെ കരുതലോടെയാണ് കോൺഗ്രസിന്റെ പ്രതികരണം. CPM ആകട്ടെ BJP കോൺഗ്രസ് ഗൂഢാലോചനയെന്നാണ് പ്രതികരിച്ചത്. നാളെ കസ്റ്റംസ് ഓഫീസ് മാർച്ച് അടക്കം നടത്തിക്കൊണ്ട് രാഷ്ട്രീയമായി ഈ വിഷയം നേരിടാൻ അവർ തയ്യാറെടുക്കുന്നു. തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവ ചർച്ചയാവുകയാണോ ഡോളർ കടത്ത്? വീണ്ടും സ്വപ്നമൊഴി പുറത്തുവരുന്നു. പിണറായിക്ക് ഈ വിഷയം കുരുക്കാകുമോ? ഇതാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. പ്രധാനപ്പെട്ട അതിഥികൾ നമ്മോടൊപ്പം ചേരുന്നു. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. CPM നേതാവ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ BJP നേതാവ്, ഒപ്പം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് അജകുമാർ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇവിടെ ഡിസംബർ 3 നൽകിയ ഒരു രഹസ്യ മൊഴി, ഇതുമായി ബന്ധപ്പെട്ട് അന്ന് മൊഴി രേഖപ്പെടുത്തിയ കീഴ്ക്കോടതി ജഡ്ജി പറഞ്ഞത് മനസാക്ഷി ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണം, വിശദമായ അന്വേഷണം വേണം. അന്ന് വന്ന വാർത്ത ഈ മൊഴി കേട്ട്, ഈ മൊഴിയിലുള്ളവരുടെ പേരുകൾ കേട്ട് ഈ ജഡ്ജി ഞെട്ടി എന്ന രീതിയിലായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പേര് ഈ മൊഴിയുമായി ബന്ധപ്പെട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇതിൽ നേരിട്ട് ബന്ധമുണ്ട് എന്ന രഹസ്യമൊഴി സ്വപ്നയുടെ പുറത്തു വരുമ്പോൾ കേരളം ഞെട്ടേണ്ട സാഹചര്യമുണ്ടോ? കേരളം ഞെട്ടില്ലെന്ന് മാത്രമല്ല, ഇത്തരം കഥകൾ അർഹിക്കുന്ന അവജ്ഞയോടെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയും. കഥയിൽ ചോദ്യമില്ല, യുക്തിയില്ല എന്ന് നമ്മളെല്ലാവരും പറയും. ഇതൊരു കഥയാണ്, മെനഞ്ഞെടുത്ത ഒരു കഥയാണ്. ശ്രീമതി സ്വപ്ന സുരേഷിനിതായി ഇങ്ങനെ ഒരു മൊഴിയുണ്ടെങ്കിൽ, ഡിസംബർ 3-ാം തീയതിയാണല്ലോ അവരുടെ 164 അനുസരിച്ചുള്ള മൊഴി കൊടുക്കുന്നത്. അങ്ങനെ ഒരു മൊഴിയുണ്ടെങ്കിൽ കഴിഞ്ഞ 3 മാസക്കാലത്തിനിടയിൽ കസ്റ്റംസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ ചെയ്യേണ്ടത് എന്തായിരുന്നു? എവിഡൻസ് ആക്ട് അനുസരിച്ച്, അതായത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് 164 അനുസരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തെളിവ് നിയമത്തിലെ 27-ാം വകുപ്പ് അനുസരിച്ച് ഇതിനാവശ്യമായ വസ്തുതകളും വിവരങ്ങളും തെളിവായി കൊണ്ടുവരണം. അങ്ങനെ വസ്തുതകളും തെളിവുകളും കൊണ്ടുവരാതെ ഇപ്പൊ എന്താണ്, മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട അഫിഡവിറ്റിൽ ഏപ്രിൽ 6-ാം തീയതി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ഒരു കൊഴുപ്പ് കൂട്ടാം, ഒരു പുകമറ സൃഷ്ടിക്കാം, ഒരു പൊടിപടലമിളക്കാം എന്ന ലക്ഷ്യത്തോടുകൂടി BJPയുടെ ഒരു രാഷ്ട്രീയ അജണ്ടക്ക് അനുസൃതമായ രീതിയിൽ കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥന്മാര് ഈ മൊഴി എഴുതി ചേർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിൽ അവസാനത്തെ പോയിന്റ് ആയിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 8-ാം പേജിൽ 10-ാം പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പറഞ്ഞിരിക്കുന്നത് ഈ മൊഴി തെളിയിക്കാനുള്ള, ഇത് നിയമ നടപടിക്ക് തെളിവായി എടുക്കണമെങ്കിൽ ഈ മൊഴി മാത്രമാണ്, സ്വപ്നയുടെ മൊഴി മാത്രമാണ്, അവർക്ക് മാത്രമാണ് അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിരിക്കുക. അപ്പോ രഞ്ജിത്തെ, കാര്യങ്ങൾ വ്യക്തമല്ലേ? ഇതൊരു നാടകമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായിട്ട് UDFനും BJPക്കും ആവശ്യമായ പ്രചരണായുധങ്ങൾ സപ്ലൈ ചെയ്യുന്ന, പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് ഭരണഘടനാ സ്ഥാപനങ്ങളായിരിക്കുന്ന കസ്റ്റംസ് പോലുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് അധപ്പതിച്ചിരിക്കുന്നു. ഇത് രാജ്യത്തൊട്ടാകെ BJP ഇതര സർക്കാരുകൾക്കെതിരായിട്ട് BJP സർക്കാർ, മോഡി സർക്കാർ നിരന്തരമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന. ഇവിടെ വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ ദേശീയ തലത്തിൽ ഇതിനെയൊക്കെ എതിർക്കുന്ന കോൺഗ്രസ്സുകാര് BJPക്കാരുടെ കൂടെ ചേർന്ന് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള
ഒരു ആയുധമാക്കി ഇത് മാറ്റുന്നു. ആ ആയുധമാക്കി അവർ മാറ്റിയാൽ യുക്തിബോധമുള്ള, സാമാന്യ ബോധമുള്ള ആരെങ്കിലും ഇത് വിശ്വസിക്കുമോ? 3 മാസം മുമ്പ് സ്വപ്ന നൽകിയ ഈ മൊഴി 164 108 ആണ്. ഇതനുസരിച്ച് ഇത് സംബന്ധമായ അന്വേഷണ ഏജൻസികൾ നടത്തേണ്ടേ? ഇത് ചെറിയ കാര്യമാണോ പറഞ്ഞിരിക്കുന്നത്? ഡോളർ കടത്തിലാണ് കേരളത്തിന്റെ ഭരണഘടനാപരമായ ഉന്നത പദവി ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്, സ്പീക്കർക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്, മന്ത്രിമാർക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ, അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്നും നമുക്ക് വ്യക്തമല്ലല്ലോ. കാരണം ഇന്ന് ഒരു കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ മാത്രം ചില വസ്തുതകൾ വെളിപ്പെടുത്തുന്നു എന്ന രീതിയിലാണ് ഈ വിഷയം കോടതിക്ക് മുന്നിൽ എത്തിക്കുന്നത്. അല്ലാതെ എന്ത് അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു, അന്വേഷണം പുരോഗമിക്കുന്നുണ്ടോ, ഇതിനുശേഷം നടപടികൾ ആ ഏജൻസി സ്വീകരിച്ചോ എന്ന കാര്യമൊന്നും വ്യക്തമല്ലല്ലോ ഈ ഘട്ടത്തിൽ. അതൊന്നും പുറത്തു വന്നിട്ടുമില്ല. രഞ്ജിത്തെ, ഇതിലൊരു അവ്യക്തതയുടെ ആവശ്യമില്ല. ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ, ഈ എഫിഡവിറ്റ് തന്നെ നമ്മൾ പരിശോധിച്ചാൽ മതിയല്ലോ. ഇതിൽ തെളിവ് നൽകാനുള്ള, ഇത് നിയമ നടപടിക്ക് ഉപയോഗിക്കാൻ കോടതിക്ക് കഴിയണമെങ്കിൽ സ്വപ്നയുടെ മൊഴി മാത്രമാണ് തെളിവ്. സ്വപ്ന നൽകിയിരിക്കുന്ന ഡോളർ കടത്തിൽ ഇന്നത്തെ ആളുകൾക്ക് പങ്കുണ്ട് എന്ന് പറയുന്ന ആ മൊഴിയുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഒരു അന്വേഷണം നടത്തി ഒരു തെളിവും കണ്ടെത്തിയിട്ടില്ല. വസ്തുതകളില്ലാത്ത വെറും പുകമറ സൃഷ്ടിക്കാനുള്ള ആരോപണങ്ങൾ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരിക. അതെവിടെയാ? കോടതിക്കല്ല കൊടുക്കുന്നത്, പത്രങ്ങൾക്കാ, മീഡിയക്കാ. മീഡിയയിൽ ചർച്ചയാക്കുകയാണ്. ഇത് വളരെ ആസൂത്രിതമായ ഒരു പ്രൊപ്പഗൻഡ ക്യാമ്പയിന്റെ ഭാഗമാണ്. CBI പോലുള്ള ഒരു ഏജൻസി ഇത്തരം ഒരു പ്രൊപ്പഗൻഡ ക്യാമ്പയിന് UDF-നും BJP-ക്കും വേണ്ടി കൂട്ടുനിൽക്കാൻ പാടുണ്ടോ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഉയർത്തി വന്നിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കസ്റ്റംസ് മനഃപൂർവ്വം ഈ കോടതിയിൽ ഈ കേസ് കൊണ്ടുവരികയോ, അല്ലെങ്കിൽ ഇത് ശ്രീ കുഞ്ഞിക്കണ്ണൻ, കസ്റ്റംസ് മനഃപൂർവ്വം കോടതിയിൽ ഈ കേസ് കൊണ്ടുവരികയോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് കൊടുക്കുകയോ ഒന്നും ആയിരുന്നില്ല. ഈ സ്വപ്നയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ ജയിൽ വകുപ്പും കസ്റ്റംസുമായുള്ള ഒരു തർക്കമുണ്ട്. അതിന്റെ വിഷയം കോടതിയിൽ വന്നപ്പോൾ കോടതി ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുണ്ടെന്നും സീല് വെച്ച കവറിൽ മാത്രം ഇത് കൈമാറാമെന്നും പുറത്ത് അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞതുപോലെ പരസ്യപ്പെടുത്തരുന്ന രീതിയിൽ കോടതിക്ക് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രം ചില കാര്യങ്ങൾ പറയാമെന്ന പറഞ്ഞുകൊണ്ടാണ്. ഇതല്ലാതെ നേരത്തെ ED ചോദിച്ചിട്ട് പോലും കസ്റ്റംസ് കൈമാറാത്ത രഹസ്യമൊഴിയും അതുമായി ബന്ധപ്പെട്ട രേഖകളുമാണ് ഇത്തരത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം താങ്കൾ പറഞ്ഞ പോലെ കസ്റ്റംസ് മനഃപൂർവ്വം ഒരു സീൻ അവിടെ ഉണ്ടാക്കിയായിരുന്നില്ല ഇങ്ങനെ ഒരു മൊഴി പുറത്തു വിടണം എന്ന് വിചാരിച്ചു. K. സുരേന്ദ്രൻ ഈ മൊഴി കിട്ടി. ഡിസംബർ 3-ാം തീയതി സ്വപ്നയുടെ ഈ രഹസ്യമൊഴി 164 ആണല്ലോ. വിശ്വാസതയോടുകൂടി വളരെ കോൺഫിഡന്റ് ആയിട്ട് കൊടുക്കുന്ന മൊഴിയാണല്ലോ. ആ മൊഴി എങ്ങനെ ഡിസംബർ 5-ാം തീയതി അതിലെ മർമ്മപ്രധാന വിവരം സുരേന്ദ്രന് കിട്ടി? ജഡ്ജി ഞെട്ടി എന്ന കാര്യം എങ്ങനെ മാധ്യമങ്ങൾക്ക് കിട്ടി? വളരെ കോൺഫിഡന്റ് ആയ ഈ കവറ് ആര് പൊളിച്ചു വിവരം പുറത്തെത്തിച്ച്? അത് എത്തിച്ചത് എന്തായാലും കോടതിയല്ല, കസ്റ്റംസാണ്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ശരി, തിരിച്ചു വരാം. ശ്രീ രാഹുൽ, ഇവിടെ കുറച്ചു കരുതലോടുകൂടിയാണോ ഈ വിഷയത്തിൽ UDF-ന്റെ കോൺഗ്രസിന്റെ ഒരു പ്രതികരണം? കാരണം നേരത്തെ ആദ്യം സംസാരിച്ച UDF നേതാക്കളൊക്കെ, പ്രതിപക്ഷ നേതാവ് അല്പം കടത്തി പറഞ്ഞുവെങ്കിൽ പോലും പറഞ്ഞ കോൺഗ്രസ് നേതാക്കളൊക്കെ ഇതൊരു രാഷ്ട്രീയ ട്രാപ്പ്, ഈ സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വിഷയം ആ തരത്തിൽ മാറ്റിമറിക്കുക, ആ രീതിയിൽ കാര്യങ്ങൾ ഡൈവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഒരു വിഷയമായി നിങ്ങൾ ഇതിനെ കാണുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ അത്ര കരുതലോടുകൂടിയുള്ള സമീപനമാണോ UDF-ന്റെയും കോൺഗ്രസിന്റെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്? അല്ല, ഈ വിഷയത്തിൽ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും കരുതണ്ടായിട്ടില്ലല്ലോ ശ്രീ രഞ്ജിത്ത്. ഇത് CPM-ന്റെ സർക്കാരിനെ നയിക്കുന്ന സഖാവ് പിണറായി വിജയനും കരുതേണ്ടുന്ന വിഷയമാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ BJP-യും CPM-ഉം തമ്മിൽ ഒരുപാട് ധാരണകളുണ്ട്. അത് ശ്രീ M-ന്റെ മധ്യസ്ഥതയിൽ നടത്തുന്ന ധാരണകളുണ്ട്, അല്ലാതെ ആരുടെയും മധ്യസ്ഥത ഇല്ലാതെ നടത്തുന്ന ധാരണകളുണ്ട്. ചില ധാരണകളുടെയൊക്കെ പുറത്തിൽ ലാവ്ലിൻ കേസിന്റെ സ്ഥിതി അറിയാം, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഇത് കൃത്യമായിട്ട് BJP-യും CPM-ഉം തമ്മിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഇതുവരെ ഈ മൊഴി ആദ്യമായിട്ട് നമ്മൾ കേട്ടിട്ട് ഇപ്പോ 3-4 മാസമായി. ഇവിടെ എനിക്ക് പറയാനുള്ള വാദം തന്നെയാണ് സഖാവ് KT കുഞ്ഞിക്കണ്ണൻ പറയുന്നത്. ഇത്ര ഗൗരവമേറിയ ഒരു മൊഴി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സഖാവ് കുഞ്ഞിക്കണ്ണനെ പോലുള്ള ആളുകളൊക്കെ, ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്, അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ വന്നിട്ട് 164-നെയൊക്കെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടുണ്ടോ? ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒരു കത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി ഒരല്പമെങ്കിലും ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ട് എങ്കിൽ, ഒരല്പമെങ്കിലും ബുദ്ധിയും വിവേകവും ഉണ്ട് എങ്കിൽ രാജിവെക്കണമെന്ന് പറഞ്ഞ പിണറായി വിജയനാണെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതൊരു കത്താണ്, 164 അല്ല. 164-ന്റെ പ്രത്യേകത എന്താ? ആ 164 സ്റ്റേറ്റ്മെന്റിന്റെ
ക്ലോസിനകത്ത് ക്ലോസ് 2-ൽ കൃത്യമായി പറയുന്നു, ദ മജിസ്ട്രേറ്റ് ഷാൽ ബിഫോർ റെക്കോർഡിംഗ് എനി സച്ച് കൺഫെഷൻ എക്സ്പ്ലെയിൻ ടു ദ പേഴ്സൺ മേക്കിംഗ് ഇറ്റ് ദാറ്റ് he is not bound to make a confession and that if he does so, it may be used as evidence against him, and the magistrate shall not record any such confession unless upon questioning the person making it, he has a reason to believe that it is being voluntarily. അതായത് സ്വമേധയാ യാതൊരു വിധമായ സമ്മർദ്ദവും ഇല്ലാതെയാണ് 164 കൊടുക്കുന്ന ആ വ്യക്തി, അതാണായാലും പെണ്ണായാലും കൊടുക്കുന്നത് എന്ന് കോടതി മജിസ്ട്രേറ്റ് കൃത്യമായ വ്യക്തി ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ കോടതി ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്, അതായത് നിങ്ങൾ ജയിലിൽ നിന്ന് വരുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് പോലീസിന്റെ സമ്മർദ്ദമുണ്ടോ ഇങ്ങനെ ഒരു മൊഴി പറയാൻ? ഇല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. ആദ്യ തവണ 164 തരാൻ വരുമ്പോൾ നമ്മൾ അതിന്റെ ഒരു നിയമവശം മനസ്സിലാക്കുമ്പോൾ ശ്രീ രഞ്ജിത്ത്, നമ്മളിപ്പോ 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കണമെന്ന് ചാടി ചെന്ന് കോടതിയിലോട്ട് പറഞ്ഞാൽ അവർ 164 രേഖപ്പെടുത്തുകയൊന്നുമില്ല. കോടതി കൃത്യമായി ഈ പറയുന്ന വാക്കുകൾക്ക് കൃത്യമായ ക്രെഡൻഷ്യലും ക്രെഡിബിലിറ്റിയും ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒന്നിലേറെ തവണ പ്രതിയെ വിളിച്ചു വരുത്തിയതിനു ശേഷം മാത്രമേ 164 എടുക്കുകയുള്ളൂ. അപ്പോ ആ 164ന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, ആ 164 സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് ഉണ്ടാകാവുന്ന ദൂരവ്യാപകമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പ്രതിഫലനങ്ങൾ കൂടി അതിന്റെ പ്രജറി ഒഫൻസ് എടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആ 164 കൊടുക്കുന്ന ആളെ ബോധ്യപ്പെടുത്തണമെന്നുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് സഖാവ് KT കുഞ്ഞിക്കണ്ണൻ ചോദിച്ച അതേ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് കസ്റ്റംസ് എവിഡൻസ് ആക്ട് 27 പ്രകാരം 164ന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ ചോദ്യം ചെയ്തില്ല? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് കൃത്യമായി BJPയും CPM-ഉം തമ്മിൽ മുകൾ തലത്തിൽ ഉണ്ടാക്കിയ ഒരു ധാരണയാണ്. മനസ്സിലാകുന്നില്ല രാഹുൽ, കാരണം BJPയും CPM-ഉം തമ്മിൽ ഈ വിഷയത്തിൽ രാഹുൽ ഒന്ന് കേൾക്കൂ, ഈ BJPയും CPM തമ്മിൽ ഈ വിഷയത്തിൽ എങ്ങനെ ഈ പറഞ്ഞതുപോലെ ഒരു ഗൂഢാലോചന നടത്തും? കാരണം കൃത്യമായി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ട്, 3 മന്ത്രിമാർക്ക് പങ്കുണ്ട്, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കുണ്ട്, സ്പീക്കർക്ക് പങ്കുണ്ടെന്നൊക്കെ കസ്റ്റംസ് കാര്യങ്ങൾ പുറത്തു പറയുമ്പോൾ അത് അവർ തമ്മിലുള്ള ഒത്തുകളിയാണ് എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊന്ന് വിശദീകരിച്ചോട്ടെ, ഇടയ്ക്ക് ഇടപെടാതിരുന്നാൽ മതി. ഇത് കസ്റ്റംസ് ഇന്നേ ദിവസം എന്നാൽ ശരി ഈ 164 പുറത്തേക്ക് വിട്ടേക്കാം എന്ന് പറഞ്ഞ് കസ്റ്റംസ് പുറത്തു വിട്ടതാണോ? ഈ കസ്റ്റംസിന് കസ്റ്റംസ് ഈ പറയുന്ന റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് സബ്മിറ്റഡ് ദാറ്റ് ഇൻ 108 statement and 164 statement the first correspondent has made shocking revelations about the honorable chief minister. ഇത് കൊടുത്തിരിക്കുന്ന ഡേറ്റ് എന്നാണ്? ഒക്ടോബർ 30, 2020. ഒക്ടോബർ 30, 2020 ഈ 164 കൊടുത്തിരിക്കുന്നത്. ഒക്ടോബർ ആണോ ഡിസംബർ 3 ആണോ രാഹുൽ? ജയിൽ വകുപ്പ്, ഞാനൊന്ന് പറഞ്ഞു ജയിൽ വകുപ്പ് ഡിസംബർ 3 ആണ്. അല്ല, നവംബർ 11 ക്ഷമിക്കണം, ഡേറ്റ് തെറ്റിപ്പോയി. അപ്പോ ഞാൻ പറഞ്ഞത്, ജയിൽ വകുപ്പ് സ്വപ്നയുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ജയിൽ വകുപ്പും ഈ പറയുന്ന കസ്റ്റംസും അവർ തമ്മിലുള്ള മറ്റൊരു ലീഗൽ ഒരു ചലഞ്ച് അവിടെ നടക്കുന്നുണ്ട് കോടതിയിൽ. ആ ലീഗൽ ചലഞ്ചിന്റെ ഭാഗമായിട്ട് കസ്റ്റംസിന് സ്വയം തടിതപ്പുവാൻ വേണ്ടിയിട്ടാണ് അവർ ഈ റിപ്പോർട്ട് കൊടുത്തത്. ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടില്ല എങ്കിൽ കസ്റ്റംസിന്റെ സ്ഥിതി പരിങ്ങലിലാകുമെന്നുള്ള അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടായപ്പോൾ മാത്രം പുറത്തേക്ക് വന്നതാണ്. അല്ലാതെ മറ്റൊരു സതുദ്ദേശപരമായി എന്നാൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന സർക്കാരിനെ പീഡിപ്പിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാഷിസമാണ് കേന്ദ്ര സർക്കാരിന്റെ എന്ന്. ഞാനൊരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. പി ചിദംബരത്തിനെതിരായിട്ട് രാജ്യദ്രോഹ കേസുണ്ടോ? ഇല്ല. ഒരു അഴിമതി ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തെ എത്ര ദിവസമാണ് ചോദ്യം ചെയ്യലിന് ശേഷം ജയിലിൽ അടച്ചത്? DK ശിവകുമാർ എത്ര ദിവസമാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചത്? ലല്ലു പ്രസാദ് യാദവ്. അങ്ങനെ ഒരുപാട് ഇന്ത്യ മഹാരാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാരെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് BJP ജയിലിലേക്ക് അയക്കുമ്പോൾ പിണറായി വിജയനെ ചോദ്യം ചെയ്യുവാൻ പോലും 164 സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്താണ്? എവിഡൻസ് ആക്ട് പ്രകാരം അതിൽ പരാമർശിച്ചിരിക്കുന്ന വ്യക്തികളെ ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീടാണ് തെളിവുകൾ വരുന്നത്. ശരി, അത് വളരെ പ്രസക്തമാണ്. രാഹുലിന്റെ വാദം വളരെ പ്രസക്തമാണ്. 164ന്റെ പ്രാധാന്യമുണ്ട്. ഒപ്പം ഈ ചോദ്യം ചെയ്യണം, കസ്റ്റംസിന്റെ നടപടിക്രമങ്ങൾ അതിന് ഇങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ഇവിടെ ഉന്നതരുടെ പങ്ക് വ്യക്തമാക്കുന്ന മൊഴി കയ്യിലുണ്ടായിട്ടും 3 മാസമായി ഈ വിഷയം കസ്റ്റംസ് വെച്ച് താമസിപ്പിക്കുകയാണ്. ഇത് നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള ഒത്തുകളിയാണ്. ലാവലിൻ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നതും ഈ തരത്തിലുള്ള ഒത്തുകളിയാണ്. 20ന് മുകളിൽ തവണയാണ് ലാവലിൻ കേസ് മാറ്റിവെച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും ഇതേ ഒത്തുകളി നടക്കുന്നു എന്ന് ഇന്ന് പറഞ്ഞു വെച്ചത് പ്രതിപക്ഷ നേതാവാണ്. എന്താണ് അതിനോടുള്ള പ്രതികരണം? ആ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ലോജിക്കുണ്ടോ? അല്ല, അത് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ആരാണ് രഞ്ജിത്തെ വിശ്വസിക്കുക?
അങ്ങനെ ഒത്തുകളി ഉണ്ടായിരുന്നെങ്കിൽ BJP പറയുന്നതിനനുസരിച്ചാണ് ഇവർ ചെയ്യുന്നതെങ്കിൽ ഇടതുപക്ഷത്തെ രക്ഷിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ല എന്നും അതൊരിക്കലും പുറത്തു വരാതെ സൂക്ഷിക്കുകയായിരുന്നില്ല ED ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കസ്റ്റംസ് ചെയ്യേണ്ടത്. മറിച്ച് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നത് പോലെ അന്വേഷിച്ച് ഒരു പ്രതിയെ നേരത്തെ നിശ്ചയിച്ച് അവരെ ജനമധ്യത്തിൽ താറടിക്കുകയായിരുന്നു ഇവരുടെ പണ്ട് ചെയ്തു വരുന്ന ലക്ഷ്യങ്ങളെങ്കിൽ അത് വളരെ ഇതിനു മുമ്പേ അവസാനിപ്പിക്കാമായിരുന്നു ഇത്. പക്ഷെ അതായിരുന്നില്ലല്ലോ. നമുക്കറിയാമല്ലോ, ഇവിടെ കുഞ്ഞിക്കണ്ണൻ നേരത്തെ പറഞ്ഞ വിരുദ്ധമായിട്ട് സ്വപ്നയെ കോവിഡ് മഹാമാരി പിടിമുറുക്കി ഈച്ച പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അതീവ സുരക്ഷയുള്ള കേരളത്തിൽ ഈ സ്വപ്നയെ കേരള പോലീസും മാർക്സിസ്റ്റ് പാർട്ടിയും കർണാടകത്തേക്ക് ഒളിച്ചു കടത്തിയത് എന്തിനായിരുന്നു? പിന്നീട് ഒരിക്കൽ പോലും തെളിവുകൾ പുനഃക്രമീകരിക്കാൻ കഴിയില്ല, പുനഃശീകരിക്കാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരെ ഞങ്ങളുടെ മടിയിൽ കനമില്ല, ഞങ്ങൾ ആരെയും ഭയക്കണ്ട എന്ന് പറഞ്ഞവർ പിന്നീട് വാട്സപ്പ് സന്ദേശങ്ങൾ തിരിച്ചെടുത്തതിന് ശേഷമാണ് ഇവരുടെ ഈ ഭാവമൊക്കെ മാറിയത്. അതുവരെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നിലപാട് ഒരിക്കലും പിടിക്കപ്പെടുകയില്ല. ഇപ്പം കുഞ്ഞിക്കണ്ണൻ്റെ വെപ്രാളം എന്ന് പറയുന്നത് ഇതുവരെ ഒളിച്ചു വെച്ച പലതും പുറത്തു വരുന്നു. ഇത് EDയും കസ്റ്റംസും ഒന്നും പുറത്തുവിട്ടതല്ല കുഞ്ഞിക്കണ്ണ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തൻ്റെ ജീവിതം അവസാനിക്കുന്നതോടുകൂടി ഈ തെളിവ് പൂർണ്ണമായും ലോകത്തുനിന്ന് നിഷ്കാസിതനാകും. എന്നെ ഇതിനകത്ത് ട്രാപ്പിൽപ്പെടുത്തിയ ഉന്നതർ ചില്ലറക്കാരല്ല. 164 മൊഴി എന്ന് പറയുന്നത് തെളിവ് തന്നെയാണ് കുഞ്ഞിക്കണ്ണൻ. അതിനപ്പുറത്തേക്ക് ഒരു എവിഡൻസ് വേണ്ട. അവരാണ് സാക്ഷിയാണവർ, അവരുടെ സാന്നിധ്യത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവർ പറയുന്നു ഇതിൻ്റെ പുറകെ ഇമ്മോറൽ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതിനകത്ത് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിന് മുഖ്യമന്ത്രിയുടെ പങ്ക് സംശയാതീതമാണ്, സ്പീക്കറുടെ പങ്ക് സംശയാതീതമാണ്, 3 മന്ത്രിമാരുടെ പങ്ക് സംശയാതീതമാണ്. പിടിക്കപ്പെടുമ്പോഴുള്ള വെപ്രാളത്തിനപ്പുറത്തേക്ക് ഈ ജൽപ്പനങ്ങൾ നമ്മളൊന്നും കാണേണ്ടതില്ല. കേരളത്തിലെ രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ അദ്ദേഹം ഇതിൽ കുറ്റവാളിയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു എളിയ പൗരൻ കൂടിയാണ് രഞ്ജിത്തെ ഞാനും. കാരണം എൻ്റെ മുഖ്യമന്ത്രി, ഇതിനെ നിയന്ത്രിക്കേണ്ടവൻ, നമുക്ക് സംരക്ഷണം നൽകേണ്ടവൻ, കള്ളക്കടത്തും ഭീകരവാദത്തിനും സാമ്പത്തിക കുറ്റകൃത്യത്തിനും ഇരയായവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട ആളുടെ സാന്നിധ്യത്തിലാണ് ഇത് നടന്നിരിക്കുന്നത്. 10ാം തരം പോലും യോഗ്യതയില്ലാത്ത ആളുകൾ ലക്ഷത്തിന് ശമ്പളത്തിന് നിശ്ചയിക്കുന്നു. ഈ രാത്രിയും പകലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറിയിറങ്ങാനുള്ള സ്വാതന്ത്ര്യം, കൺസലേറ്റുമായി സംസാരിക്കുമ്പോൾ അവരുടെ സാന്നിധ്യം, സ്പീക്കർ പുറത്തു തട്ടിപ്പോയും യോഗ്യം പറയാനുള്ള ബന്ധം, ഇതൊക്കെ ഞെട്ടിപ്പിക്കുന്നത് കേരളത്തെയല്ലേ. മാത്രമല്ല അവർ പറഞ്ഞു എൻ്റെ ജീവന് ഭീഷണിയുണ്ട്. ശരി ശരി ഇത് വളരെ നേരത്തെ പറഞ്ഞതുപോലെ കസ്റ്റംസ് ആക്ടിന് 108 ഒക്കെ വെച്ച് ശ്രീ ചൈതന്യ മാസ്റ്റർ വളരെ ഗൗരവമുള്ള മൊഴിയാണ്. പക്ഷേ ഇത്ര ഗൗരവതരമായ കാര്യമുണ്ടായിട്ടും ഭരണതലത്തിലിരിക്കുന്ന പ്രമുഖർക്കെതിരെ മൊഴി ഉണ്ടായിട്ടും അതിനുശേഷം എന്തെങ്കിലും ഒരു ഇല അനങ്ങിയോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? തുടരന്വേഷണം നടത്തിയോ? പുതിയ തെളിവുകൾ കണ്ടെത്താനായോ? അതോ ഈ മൊഴിയിൽ വിശ്വസിച്ച് നേരത്തെ ഇവരൊക്കെ സംശയിക്കുന്നത് പോലെ ചില ഒത്തുകളികൾ നടത്തുകയാണോ എന്ന സംശയം ബലപ്പെടുന്നത് അതിൻ്റെ പുറത്താണ്. ഈ കോടതി ഇന്ന് ബോധിപ്പിച്ച കാര്യത്തിലും ഈ സ്വപ്നയുടെ മൊഴി എന്നതിലപ്പുറം ഒന്നും കസ്റ്റംസിന് പറയാനില്ല. 3 മാസം കഴിഞ്ഞു ഇത്ര ഗൗരവതരമായ ഒരു മൊഴി അത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ജഡ്ജി പറഞ്ഞിട്ടും ഇത് കസ്റ്റംസിൻ്റെ കയ്യിലെത്തിയിട്ടും. രഞ്ജിത്തെ, നമുക്കറിയാമല്ലോ ഇതിൻ്റെ എവിഡൻസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സ്പീക്കറെ വിളിച്ചപ്പോൾ കുഞ്ഞിക്കണ്ണൻ്റെ പാർട്ടിയുടെ നിലപാടെന്തായിരുന്നു? സ്പീക്കർ ഹാജരാവില്ല, തെളിവുകൾ ശേഖരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഒന്നും ഒളിച്ചു വെക്കാനില്ലെങ്കിൽ ആരാണ് കേസന്വേഷണത്തെ ഇത്രയും കാലം നീട്ടിക്കൊണ്ടുപോയത്? ആരാണ് തടസ്സപ്പെടുത്തുന്നത്? ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ ഞങ്ങൾ നിഷ്കളങ്കരാണ്, ഞങ്ങൾ കുറ്റവാളികൾ അല്ലെങ്കിൽ സ്പീക്കർ എന്തിനു ഭയക്കണം, എന്തിനു അദ്ദേഹം അവിടെ ഹാജരാവാതിരിക്കണം? ആരാണ് കേസ് നീട്ടിക്കൊണ്ടുപോകുന്നത്? ഇതല്ലേ നമുക്ക് സംശയം ബലപ്പെടുത്തുന്നത്. കൃത്യമായിട്ടും ഇതിനകത്ത് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, കസ്റ്റംസിന് ബോധ്യപ്പെട്ടിരിക്കുന്നു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ബോധ്യപ്പെട്ടിരിക്കുന്നു, അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് പങ്കാളിത്തമുണ്ട്. സ്പീക്കറുടെ പങ്ക് സംശയാതീതമായി തെളിയിക്കണം. പക്ഷേ തെളിയിക്കാൻ ഞങ്ങൾ സഹകരിക്കില്ല, ഞങ്ങൾ പരമാവധി തടസ്സപ്പെടുത്തും. അതുകൊണ്ട് നീട്ടിക്കൊണ്ടു പോകുന്നത് ഇവർ തന്നെയല്ലേ. ഇപ്പോൾ ആ സ്ത്രീയെ കൊല്ലാക്കൊല ചെയ്യാൻ സാധ്യതയുണ്ട് ജയിലിൽ വെച്ച്. അവരില്ലാതായാൽ കൃത്യമായിട്ട് പറയുന്നു, ഇവരും അവസാനിച്ചു കഴിഞ്ഞാൽ ഈ കേസ് എന്നേക്കുമായി തെളിവ് അവസാനിക്കും. അതുകൊണ്ട് ഏത് വിധേനയും ആ സ്ത്രീയെ കൊലപ്പെടുത്തണം. അവരുടെ ജീവന് ഭീഷണിയുണ്ട്.
മജിസ്ട്രേറ്റ് കോടതി ഒരു ക്രിമിനൽ കേസിൽ ഒരു പ്രതിയെ ജീവിതത്തിന് സുരക്ഷ വേണമെന്ന കേസ് വിധിപ്പിച്ചപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതി പോകുന്നവന്റെ മനസ്സിൽ ആത്മാർത്ഥത എന്താണ് രഞ്ജിത്തെ? ശരി ശരി ഇവിടെ ഈ സ്വപ്ന താങ്കൾ പറഞ്ഞ് വെക്കുന്നത് ഈ സ്വപ്നയുടേത് കള്ളമൊഴിയാണെന്നാണോ, അല്ലെങ്കിൽ അവരെ ആ തരത്തിൽ ഭീഷണിപ്പെടുത്തി മൊഴി എടുപ്പിച്ച് ഈ തരത്തിൽ മൊഴി കൊടുപ്പിച്ചു എന്നാണോ? എന്താണ് നിങ്ങളുടെ ഒരു വാദം? ആ തരത്തിൽ നേരത്തെ സ്വപ്നയുമായി ബന്ധപ്പെട്ട ഒരു ശബ്ദ സംഭാഷണം പുറത്തു വന്നപ്പോൾ CPM അത് ഏറ്റെടുത്തിരുന്നു. ആ തരത്തിൽ ചില കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രിയെ സമ്മർദ്ദം ചെലുത്തി മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു, അങ്ങനെ ചില സമ്മർദ്ദങ്ങൾ അവർക്കുണ്ട് എന്നത് ഏറ്റെടുത്തതും CPM ആണ്. ഇപ്പോഴുള്ള വാദം എന്താണ്? സ്വപ്നയെ ആ തരത്തിൽ ഭീഷണിപ്പെടുത്തി ഈ മൊഴി പറയിപ്പിച്ചു എന്നുള്ളതാണോ? സ്വപ്ന കഴിഞ്ഞ 9 മാസക്കാലമായിട്ട് കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലും കസ്റ്റഡിയിലും കഴിയുന്ന ഒരു പ്രതിയാണ്. അവർ വലിയ സമ്മർദ്ദം ഉണ്ടാകാം, പ്രലോഭനം ഉണ്ടാവാം, പലതും ഉണ്ടാകാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ മൊഴി നൽകിയിട്ടുള്ളത് എന്ന് അവരുടെ തന്നെ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ 164-ന്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ചൂടെ വിശദീകരിക്കുന്ന രാഹുൽ, 164 അനുസരിച്ച് ഒരാൾ മൊഴി നൽകുമ്പോൾ ആ മൊഴി നൽകുന്ന സാഹചര്യം വളരെ പ്രധാനമാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഒരു നിയമവിദഗ്ധനല്ല, എൻ്റെ ഒരു സാധാരണ നിയമധാരണ അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് 164-ഉം 108 അനുസരിച്ച് ശ്രീമതി സ്വപ്ന നൽകിയിരിക്കുന്ന മൊഴി സമ്മർദ്ദങ്ങളുടെ, പ്രലോഭനങ്ങളുടെ ഫലമാണ്, നിർബന്ധങ്ങളുടെ ഫലമാണ്. അതുകൊണ്ട് തന്നെ ഇതിനു മുകളിൽ ഒരു അന്വേഷണം നടത്തി തെളിവുണ്ടാക്കാൻ, വസ്തുതകൾ തെളിവായി കൊണ്ടുവരാൻ കസ്റ്റംസിന് കഴിയില്ല, അതിന് മുകളിലുള്ള ഏജൻസികൾക്കും കഴിയില്ല. അതുകൊണ്ടാണ് 3 മാസം മുമ്പുണ്ടായ ഈ മൊഴിയുടെ മുകളില് എവിഡൻസ് ആക്ട് പറയുന്ന രീതിയിൽ അന്വേഷണം നടത്തി തെളിവുണ്ടാക്കാൻ ഏജൻസികൾക്ക് കഴിയാതെ പോയത്. ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട NIA-യുടെ, ED-യുടെ, ഈ കസ്റ്റംസിന്റെ എല്ലാ ഇടപാടുകളും എന്താണ്? പുകമറ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു എന്ന് പറഞ്ഞില്ലേ? തെളിവ് ഇതുവരെ വന്നു. ഇത് വലിയ രാജ്യദ്രോഹമാണ്, തീവ്രവാദമാണ് എന്ന് ജയേന്ദ്രൻ മാസ്റ്റർ ഞാൻ പങ്കെടുത്ത നിരവധി ചർച്ചകളിൽ ആവർത്തിച്ചില്ലേ? ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കില്ലേ? NIA കോടതിയിൽ നൽകിയിരിക്കുന്നത് കോടതിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? NIA ഇതിലൊരു രാജ്യദ്രോഹ കുറ്റവുമല്ല. പിണറായി വിജയനല്ലല്ലോ NIA നയിക്കുന്നത്, അമിത്ഷായല്ലേ? അമിത്ഷായുടെ ഓഫീസല്ലേ NIA നയിക്കുന്നത്? ആ NIA നൽകിയിരിക്കുന്നത് എന്താ കോടതിക്ക് മുമ്പില്? ഇതിലൊരു രാജ്യദ്രോഹ കുറ്റവും ഇല്ല എന്നുള്ളതാണ്. ശിവശങ്കരന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട കോടതികളുടെ നിരവധി പരാമർശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അതിൽ നിങ്ങൾ ആരോപിക്കുന്ന പോലുള്ള എന്തെങ്കിലും തെളിവുണ്ടായോ? ഇവിടെ ആവർത്തിച്ച് നുണ പറയുകയാണ് ജയേന്ദ്ര മാസ്റ്ററെ പോലുള്ള സുഹൃത്തുക്കൾ. എന്താ പറഞ്ഞത്? ഇവിടെ കോവിഡ് കാലത്തിൽ സ്വപ്നയെ രക്ഷിച്ചു എന്ന്. ആരാ സ്വപ്നയെ വിളിച്ചത്? പുറത്തു വന്നില്ലേ ജയേന്ദ്ര മാസ്റ്ററെ? നിങ്ങളുടെ തന്നെ ജനൻ TV-യുടെ മേധാവിയല്ലേ, അനിലല്ലേ വിളിച്ചത്? ഇതെല്ലാം നമ്മളല്ലേ എത്രയോ കാലമായി ചർച്ച ചെയ്യുന്നല്ലേ? അപ്പൊ നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുകമുറ സൃഷ്ടിക്കുന്നു. യുക്തിബോധമുള്ള, സാമാന്യ ബോധമുള്ള ഒരു മലയാളി ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഏജൻസികളെ ഉപയോഗിച്ച് ഇവിടെ കാടിളക്കാൻ നോക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് കാടിളക്കി സ്വയം സന്തോഷിക്കാമെന്നല്ലാതെ ജനങ്ങൾ ഇത് ഗൗരവമായി എടുക്കുന്നില്ല. ഒട്ടും വിശ്വാസ്യതയില്ലാത്ത, കെട്ടിച്ചമക്കപ്പെട്ട ആരോപണങ്ങളാണ് ഈ സർക്കാരിനെതിരായിട്ട് നിങ്ങൾ കൊണ്ടുവരുന്നത് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. കോൺഗ്രസ്സുകാരെന്താണ് ഇന്നലെ വരെ ഒത്തുകളിയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കസ്റ്റംസ് ഇന്ന് ഈ നിലപാടെടുത്തത്. അപ്പൊ ഇന്നലെ വരെ എന്നെ പറഞ്ഞ വാദങ്ങൾക്ക് ഒരു യുക്തിയുമില്ല. അതുകൊണ്ടെന്താണ് രാഹുലിനെ പോലുള്ള സുഹൃത്തുക്കൾ ഇപ്പൊ പറയുന്നത്? എന്താണ് ഇത്? പുതിയ രീതിയിലുള്ള ഒത്തുകളിയാണ്. ഇപ്പൊ ഇത് കൊണ്ടുവന്നിട്ട് പിണറായി വിജയനെ രക്ഷിക്കാനുള്ള ശ്രമമാണ്. ശരി രാഹുൽ, ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കാലം, അതായത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ വലിയ സജീവ വിഷയമായിരുന്നു ഇത് കേരളത്തിൽ. അത് നിങ്ങൾ വലിയ തെരഞ്ഞെടുപ്പ് ആയുധമാക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിലുടനീളം കവൽ പ്രസംഗത്തിലും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗത്തിലും വലിയ ആയുധമാക്കിയെടുത്തത് വലിയ ഫലം കണ്ടില്ല തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ വിഷയം വീണ്ടും പൊങ്ങി വരുന്നത് ശ്രീ കുഞ്ഞിക്കണ്ണൻ ആരോപിക്കുന്നത് പോലെ അതിന് പിന്നിൽ ചില ദുഷ്ടലാക്കുകളുണ്ടോ? ശ്രീ രഞ്ജിത്ത്, ഇന്ന് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണോ? ഈ കസ്റ്റംസിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണോ? ഇവിടെ ശ്രീ കുഞ്ഞിക്കണ്ണനെ പോലെയുള്ള ആളുകൾ പറയുന്നു അവർ സ്വതന്ത്രമായി അന്വേഷിക്കട്ടെ എന്ന്. സ്വതന്ത്രമായി അന്വേഷിക്കട്ടെ എന്ന് പറയുമ്പോൾ സ്പീക്കർ ചോദ്യം ചെയ്യില്ല. ഞങ്ങൾ പറയുന്ന പ്രശ്നവും അത് തന്നെയാണ്. സ്വതന്ത്രമായി അന്വേഷിക്കട്ടെ എന്ന് പറയുന്ന പാർട്ടി നാളെ കസ്റ്റംസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുവാൻ പോവുകയാണ്. അത് സ്വതന്ത്രമായ അന്വേഷണത്തെ സ്വാഗതം ചെയ്തുകൊണ്ടാണോ മാർച്ച് നടത്തുന്നത്? LDF കൺവീനർ അല്ലേ അതിന് ആഹ്വാനം ചെയ്തത്? അതിനു മുൻപ് DYFI മാർച്ച് നടത്തുവാൻ തീരുമാനിക്കുന്നു. ഇവർക്കെതിരായിട്ട് കോടതി വിധികൾ ഉണ്ടാകുമ്പോൾ ജഡ്ജിമാരെ പ്രതീകാത്മകമായി നാട് കടത്തുന്ന വ്യവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ ഇവർക്കെതിരെ ഒരു അന്വേഷണ ഏജൻസി
ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിടുമ്പോഴത്തേക്കിന് ആ അന്വേഷണ ഏജൻസിക്കെതിരായിട്ട് മാർച്ച് നടത്തുന്നു. മുഖ്യമന്ത്രി എന്താ ചെയ്യുന്നത്? മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് നിരന്തരമായി കേന്ദ്ര ഏജൻസികൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുന്നു. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്ത് എഴുതുന്നു. അപ്പോൾ മടിയിൽ കനമില്ല, എന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് വെറുതെ വർത്തമാനമായി പറഞ്ഞാൽ മതിയോ? അങ്ങനെ ശുദ്ധമാണ് എങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ ചോദ്യം ചെയ്യലിന് സഹകരിക്കാത്തത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അങ്ങോട്ട് പറയാത്തത് ഞങ്ങൾ ഈ ചോദ്യം ചെയ്യലിന് തയ്യാറാണ്? എന്തിനാണ് ഇങ്ങനെ പ്രതിരോധം തീർക്കാൻ തയ്യാറാകുന്നത്? ഇവിടെ കൃത്യമായിട്ട് ഇതിനകത്ത് കൃത്യമായി പറയുകയല്ലേ, ഇത് എന്തെങ്കിലും അർദ്ധശങ്കയ്ക്ക് ഇടവെച്ചിട്ടാണോ പറയുന്നത്? 164 ഇവിടെ ശ്രീ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു 164 ബാഹ്യ സമ്മർദ്ദങ്ങൾ കൊണ്ട് കൊടുത്തതാണ് എങ്ങനെ. അതാണ് ഞാൻ ആദ്യമേ വിശദീകരിച്ചത്. 164 സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത, ആ സ്റ്റേറ്റ്മെന്റ് ഒരിക്കൽ കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് പിന്മാറിയാൽ ആ കൊടുത്തയാൾക്കെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കുന്ന ഒന്നാണ് 164 സ്റ്റേറ്റ്മെന്റ്. അത്ര ഗൗരവമേറിയതാണ്, നമ്മുടെ ജുഡീഷ്യറിയിൽ അത്രയേറെ പ്രാധാന്യമുള്ളതാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിനകത്താണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട് തോന്നുകയാണ്. ഇതിനൊരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കുവാനൊന്നും ഞങ്ങളില്ല. പക്ഷേ കേരള സംസ്ഥാനത്തിനകത്ത് മുഖ്യമന്ത്രി, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിൽ തന്നെ എത്രയോ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്, നാളിതുവരെ ദേശദ്രോഹ കുറ്റത്തിൽ അക്യൂസ്ഡെങ്കിലും ആയിട്ടുണ്ടോ? ഒരു ആരോപണമെങ്കിലും ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് നേരെ ഉയർന്നിട്ടുണ്ടോ? അഴിമതി ആരോപണങ്ങൾ നിരവധിയായിട്ട് ഉയർന്നിട്ടുണ്ട്. ഇവിടെ പിണറായി വിജയനെതിരെ തന്നെ ലാവലിന് അഴിമതിയില്ലേ? പക്ഷേ രാജ്യദ്രോഹ കുറ്റം നിങ്ങൾ മനസ്സിലാക്കണം. ഡോളർ കടത്ത് ആ റിപ്പോർട്ടിനകത്ത് കൃത്യമായി പറയുകയാണ്. ചീഫ് മിനിസ്റ്റർ, ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ, ഹോണറബിൾ സ്പീക്കർ ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് സം ഹോണറബിൾ മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ക്യാബിനറ്റ്. She has made shocking revelations about the chief minister's close connection with the previous consul general of UAE and the illegal monetary transactions carried out. മുഖ്യമന്ത്രിയെ പറ്റിയിട്ടാണ് പറയുന്നത്, ഇല്ലീഗൽ ആയിട്ടുള്ള മോണിറ്ററി ട്രാൻസാക്ഷൻസ്. ഇവിടെ അന്വേഷണത്തിന്റെ പരിധിയിൽ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത്? ഇവർ നിരന്തരമായി പറയാറുണ്ടല്ലോ, ഞങ്ങളുടെ പാർട്ടി ബക്കറ്റ് പിരിവ് നടത്താറുണ്ട്. ബക്കറ്റ് പിരിച്ചിട്ടാണോ AKG സെന്റർ തൊട്ട് താഴെത്തട്ടുള്ള ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ വരെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്? അതെന്തുമാത്രം ബക്കറ്റാണ്? ഇതിന് മാത്രം കോടാനുകോടികൾ വന്നു വീഴുന്ന ഏത് ബക്കറ്റിനെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്? മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിൽ ഉണ്ടായ സ്വത്തിന്റെ വർധനവ്, ലാഭവിഹിതത്തിന്റെ വർധനവ്, നിരവധിയായ. ശരി രാഹുൽ, ആ വിഷയങ്ങളിലേക്ക് നമുക്ക് വരാം. ശ്രീ KT കുഞ്ഞിക്കണ്ണന്റെ മറുപടി ഉണ്ടെന്ന് മനസ്സിലാകുന്നു. നമുക്ക് പ്രധാനപ്പെട്ട അതിഥികളിലേക്ക് തിരിച്ചു വരാം. ഒരു ചെറിയ ഇടവേള, വളരെ പെട്ടെന്ന്. ശുദ്ധമായ പാലും പഴങ്ങൾക്കുമൊപ്പം നാച്ചുറൽ കളർ. Sixteen channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network.
അഡ്വക്കേറ്റ് അജയകുമാറും ചേരുന്നു. ശ്രീ അഡ്വക്കേറ്റ് അജയകുമാർ, ഇവിടെ കസ്റ്റംസ് നിയമം 108 പ്രകാരം നൽകുന്ന മൊഴിയിൽ തന്നെ കേസെടുക്കാം എന്നിരിക്കെ 164 പ്രകാരം ഉള്ള മൊഴിയും വരുമ്പോൾ ഇന്ന് ഈ സ്വപ്നയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഈ പ്രധാനപ്പെട്ട രഹസ്യമൊഴിയുടെ അതിൻ്റെ പ്രാധാന്യം, ഈ സമയത്തുള്ള അതിൻ്റെ കാര്യങ്ങൾ അതെങ്ങനെയാണ് നിയമപരമായി എന്ന് വിശദീകരിച്ചാൽ? അല്ല, കസ്റ്റംസ് സാധാരണ ഒരാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുന്ന കൺഫെഷന് വിലയില്ല. കാരണം കൺഫെഷന്റെ അകത്ത് ആ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഏതെങ്കിലും ഫാക്ട് ഡിസ്ക്ലോസ് ചെയ്താൽ മാത്രമേ ആ ഭാഗത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ. പക്ഷേ അതുപോലെ അല്ല കസ്റ്റംസ് ആക്ടിലെ 108 വകുപ്പ്. കസ്റ്റംസ് ആക്ടിലെ 108 വകുപ്പ് അനുസരിച്ച് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് പ്രതിക്ക് അത് കൊടുക്കുന്ന ആളിനെതിരെ കസ്റ്റംസിന് ട്രയലിൽ ഉപയോഗിക്കാം. കാരണം കസ്റ്റംസ് എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്റെ പരിധിയിൽ വരില്ല എന്നാണ് നമ്മുടെ കോടതികളുടെ വിശദീകരണം. പിന്നെ 164 എന്ന് പറയുന്നത് പോലീസിനോട് കൊടുക്കുന്ന മൊഴിയല്ല. അത് ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ കോടതിയിൽ കൊടുക്കുന്ന മൊഴിയാണ്. ആ മൊഴി എടുക്കുന്നതിന് മുമ്പ് തന്നെ മജിസ്ട്രേറ്റ് ഈ മൊഴി ഇനി കൊടുക്കുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രേരണയുണ്ടോ എന്ന് അന്വേഷിക്കണം. അല്ല, സ്വതന്ത്രമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് താങ്കൾക്കെതിരെ അത് പിന്നീട് ഉപയോഗിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് അറിയിക്കണം. മാത്രവുമല്ല, ഈ മൊഴി കൊടുക്കുന്നതിനോ കൊടുക്കാതിരിക്കുന്നതിനോ ഉള്ള സ്വാതന്ത്ര്യം താങ്കൾക്കുണ്ട് എന്നും പറഞ്ഞ് പൂർണ്ണമായും അത് കൊടുക്കുന്ന ആളിനെ ബോധ്യപ്പെടുത്തുകയും അതിനുശേഷം അവർ വോളണ്ടറി ആയിട്ട് കൊടുക്കുന്നു എന്ന് മജിസ്ട്രേറ്റിന് ബോധ്യമായാൽ ആ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തിന് അവരുടെ മൊഴി രേഖപ്പെടുത്താം. അങ്ങനെ രേഖപ്പെടുത്തുന്ന മൊഴിയിൽ നിന്ന് അത് കൊടുത്ത ആൾ പിന്മാറുകയാണെങ്കിൽ പിന്നെ അയാൾ കോടതിയിൽ കള്ളമൊഴി കൊടുത്തതിന് ഉള്ള നടപടികൾ നേരിടേണ്ടി വരും. ഈ രഹസ്യമൊഴി അതിന്റെ ഈ സ്വഭാവം വെച്ചാണോ അഡ്വക്കേറ്റ് അജയകുമാർ വിലയിരുത്തപ്പെടുന്നത്, പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്? കാരണം ആദ്യം നൽകിയ മൊഴിയാണെങ്കിൽ മാത്രം അതിന് കൂടുതൽ നിയമ പ്രാധാന്യം വരും എന്ന് ചില നിയമവിദഗ്ധർ പറഞ്ഞു കേട്ടു. അതായത് 164 വകുപ്പ് പ്രകാരം കൊടുക്കുന്ന മൊഴി അത് വളരെ ഏറെ സ്വതന്ത്രമായി കൊടുക്കുന്ന ഒരു മൊഴിയാണെന്ന് പ്രസ്യൂം ചെയ്താണ് നിയമം വിവക്ഷിക്കുന്നത്. പക്ഷേ മറ്റ് ഏത് കേസിലെ ഏത് തെളിവ് പോലെയും അത് കൊടുക്കുന്നതിന് എന്തെങ്കിലും അപാകതകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വിചാരണ കോടതിക്ക് തോന്നിയാൽ അതിൽ സ്വതന്ത്രമായി നൽകിയതല്ല എന്ന് പ്രതി തെളിയിക്കപ്പെട്ടാൽ പ്രതി കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്തിയാൽ ആ കാര്യം ആ കേസിലെ മറ്റ് സാഹചര്യ തെളിവുകളുമായി പൊരുത്തപ്പെട്ടു പോകുന്നതല്ല എന്ന് കണ്ടെത്തിയാലും അത് താരതമ്യേന സ്വീകരിക്കുവാൻ സാധ്യതയില്ല. പക്ഷേ ഈ മൊഴിക്ക് ഉപോത്ബലകമായി മറ്റു മൊഴികൾ, സ്വതന്ത്രരായ സാക്ഷികളുടെ മൊഴികളോ സാഹചര്യങ്ങളോ തെളിയിക്കപ്പെട്ടാൽ ഈ മൊഴിക്ക് വളരെയേറെ പ്രാധാന്യം വരും. അത് ഒരു കൊറോബറേറ്റീവ് എവിഡൻസ് ആയിട്ട് തീർച്ചയായിട്ടും കോടതി കണക്കാക്കുകയും ഈ മൊഴിയിൽ പറഞ്ഞ ആളുകളുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം നടത്തേണ്ടി വരില്ലേ കസ്റ്റംസിന്? അവരെ ചോദ്യം ചെയ്യുക. ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും 3 മന്ത്രിമാർ, സ്പീക്കറും ഒക്കെയാണ് ഈ രഹസ്യമൊഴിയിൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയുന്നു. അപ്പോൾ അവരെ ചോദ്യം ചെയ്യുക, നിജസ്ഥിതി മനസ്സിലാക്കിയെടുക്കുക, ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം നടത്തുക, അതിനൊക്കെയുള്ള അവകാശവും അധികാരവും ഒക്കെയുള്ള ഏജൻസിയാണല്ലോ കസ്റ്റംസ്, അല്ലേ? അതെ, തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു അന്വേഷണം നടത്താതെ അന്വേഷണം പൂർണ്ണമാകില്ല. കാരണം അത്തരത്തിലുള്ള ഒരു അന്വേഷണം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മൊഴിയിൽ പ്രകാരം കുറ്റകൃത്യത്തിൽ പങ്കാളികളായി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ, അവർ എത്ര ഉന്നതരായ ഉദ്യോഗസ്ഥരോ എത്ര ഉന്നതരായ സ്ഥാനങ്ങളിൽ, ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരായാലോ, അന്വേഷണ ഏജൻസികൾക്ക് അവരെ കുറിച്ചും അവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്, വസ്തുതകൾ ചോദിച്ചറിയേണ്ടതുണ്ട്, മറ്റന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ആ അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ മതിയായ തെളിവ് ലഭിക്കുകയാണെങ്കിൽ അവരെ കേസിൽ പ്രതി ചേർക്കേണ്ടതായിട്ടും വരും. ശരി, നന്ദി ശ്രീ അഡ്വക്കേറ്റ് അജയകുമാർ. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, നേരത്തെ രാഹുൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, അതായത് ഈ കിഫ്ബിക്കെതിരെ ED അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ കിഫ്ബിക്കെതിരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുഖ്യമന്ത്രിയും
തോമസ് ഐസക്കും ഒക്കെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. നാളെ ഇപ്പോൾ ഇതാ കസ്റ്റംസ് ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ പോകുന്നു CPM. സ്വതന്ത്രമായ ഒരു അന്വേഷണം, ഈ ഏജൻസികളെയൊക്കെ കേരളത്തിലേക്ക് ക്ഷണിച്ചതും ഏത് ഏജൻസിയും എന്ന് അന്വേഷിക്കട്ടെ, ഞങ്ങൾ പരമാവധി സഹകരിക്കുമെന്ന് പറഞ്ഞതുമൊക്കെ മുഖ്യമന്ത്രിയാണല്ലോ. അപ്പോൾ ആ ഏജൻസികൾക്ക് സ്വതന്ത്രമായ അന്വേഷണം നടത്തി കൊടുക്കേണ്ട, അതിനുള്ള സാഹചര്യം ഒരുക്കേണ്ട ബാധ്യത കൂടി സർക്കാരിനില്ലേ? ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഇലക്ഷൻ ചട്ടങ്ങൾ നിലവിൽ വന്നതിന് ശേഷം എന്ത് സ്വതന്ത്രമായ അന്വേഷണം നമ്മൾ പറയുന്നത്? ഇത് ഇന്നലെ ഉണ്ടായ സംഭവമല്ലല്ലോ. 3 മാസങ്ങൾക്ക് മുമ്പാണ് സ്വപ്ന മൊഴി കൊടുത്തത്. കിഫ്റ്റി 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന ഉടനെ കിഫ്റ്റി നിയമത്തിൽ അമെൻമെന്റ് വരുത്തി സെബിയുടെയും റിസർവ് ബാങ്കിന്റെയും ഒക്കെ ചട്ടങ്ങൾ അനുസരിച്ച് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനൊക്കെ കടപ്പത്രങ്ങൾ സ്വീകരിക്കുന്ന, മസാല ബോണ്ടുകൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം പെട്ടെന്നുണ്ടായതാണോ? ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഉണ്ടായതാണോ? എത്രയോ കാലമായില്ലേ? അന്വേഷിച്ചുകൂടായിരുന്നല്ലോ? എന്തുകൊണ്ടാണ് അന്വേഷിക്കാതിരുന്നത്? ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി എന്താണ്? BJPയുടെ വളരെ സമർത്ഥനായ ഒക്കച്ചങ്ങായിയായിട്ട് ഇടതുപക്ഷത്തിനെതിരായിട്ട് BJPക്കാർ കൊടുത്തിരിക്കുന്ന ഈ പ്രചരണായുധം ഉപയോഗിച്ച് ഇവിടെ വീശുകയാണ്. ആ വീശലും ആ വാൾമുനയിലൊന്നും ഇടതുപക്ഷം വീഴാൻ പോകുന്നില്ലെന്ന് അത്തരം സുഹൃത്തുക്കൾ മനസ്സിലാക്കുന്നത് നന്ന്. നമുക്കെല്ലാവർക്കും അറിയാം, ശിവശങ്കരന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന അവസ്ഥയിൽ എന്താ സെഷൻസ് കോടതി പറഞ്ഞത്? പ്രതികളെ സ്വാധീനിച്ച് അന്വേഷണ ഏജൻസികള് മൊഴിയെടുക്കുന്നതായിട്ട് ആ കേസ് പരിഗണിക്കുന്ന സമയത്ത് അത്തരമൊരു നിരീക്ഷണം സെഷൻസ് ജഡ്ജി നടത്തിയില്ലേ? സെഷൻസ് ജഡ്ജി അത് മാത്രമല്ല പറഞ്ഞത്, 8 തവണ ശിവശങ്കരൻ ഇതിന് പങ്കില്ല എന്ന് പറഞ്ഞ ആളാണ് സ്വപ്ന. പിന്നീട് വലിയ സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടായിരിക്കാം 9ാം തവണ അവര് ശിവശങ്കരന്റെ പേര് പറയുന്നത്. അപ്പൊ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ട് എന്ന കാര്യം ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ തന്നെ, നമ്മുടെ കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ കേസിൽ ഞങ്ങളാരും ഒരു അന്വേഷണത്തിനും എതിരല്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഇത്തരം കേസുകൾ ഉപയോഗപ്പെടുത്താൻ കേന്ദ്ര ഏജൻസികൾ വരികയാണെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് കാണും. കിഫ്ബിയുടെ വിഷയത്തിലും ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എതിരായി ഉന്നയിച്ചിരിക്കുന്ന നിരുത്തരവാദപരമായ ഈ ആരോപണവും രാഷ്ട്രീയമായ ഒരു ഇടപെടലാണ്. അതിനെ രാഷ്ട്രീയമായി നേരിടും. അതായത് കോൺഗ്രസുകാരെ പോലെ ED വരുമ്പോ, കസ്റ്റംസ് വരുമ്പോ, NIA വരുമ്പോ മുട്ടുപിറക്കില്ല. ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടും. അതിന്റെ ഫലമായി വരുന്ന എല്ലാം നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ രാഷ്ട്രീയമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ വെച്ച് ഇത്തരം വിഷയങ്ങൾ എടുക്കുന്നത്. അല്ല, രാഷ്ട്രീയമായ നിയമപരമായി നേരിട്ടു. ഈ ലൈഫ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനെതിരെ കോടതിയിൽ പോയ സർക്കാർ കൂടിയാണിത്, രാഷ്ട്രീയമായി മാത്രമല്ല. ഏത് കേസില്? ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലെ. ലൈഫ് മിഷൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഫെറ ഉപയോഗിക്കാൻ CBIക്ക് ഒരു അവകാശവും ഇല്ല. അവിടെ ഫെമ നിയമത്തിന്റെ ഒന്നും ഒരു ലംഘനവും നടന്നിട്ടില്ല. CBIക്ക് ഇടപെടാൻ ഒരു വകുപ്പുമില്ല. നിയമത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് കോടതിയിലൂടെ നമ്മൾ ഫൈറ്റ് ചെയ്യും. അതേസമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് രാഷ്ട്രീയ യുദ്ധമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പ് മുഖത്ത് അന്വേഷണ ഏജൻസികള് എത്രയോ കാലം മുമ്പുള്ള വിഷയങ്ങൾ എടുത്തുയർത്തി രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ കാണും. അത് ഞങ്ങളുടെ പാർട്ടിക്കെതിരായിട്ട്, ഞങ്ങളുടെ മുന്നണിക്കെതിരായിട്ട് മാത്രമല്ല, കോൺഗ്രസിനെതിരായിട്ട് ഉപയോഗിച്ചാലും ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് അതിനെ നേരിടണമെന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. കോൺഗ്രസുകാർക്ക് BJPക്കാരുടെ കൂടെ ചേർന്ന് അവരുടെ കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടു കൂടി എന്തെങ്കിലും പറയണം. ഇത് ആരെങ്കിലും വിശ്വസിക്കുമോ? എന്ത് ഡോളർ കടത്തിനെ കുറിച്ചാണ് രഞ്ജിത്തെ പറയുന്നത്? രഞ്ജിത്ത് ഒരു മാധ്യമ പ്രവർത്തകനല്ലേ? നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്കി രഞ്ജിത്ത്. നേരത്തെ രാഹുൽ ചോദിച്ചതുപോലെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കൂട്ടുകെട്ടെന്ന് പറയുകയാണ്. ഒരു കൂട്ടർ പറയുന്നു BJPയും കോൺഗ്രസും തമ്മിലുള്ള കൂട്ടുകെട്ട്, മറ്റൊരു കൂട്ടർ പറയുന്നു BJPയും CPMഉം BJPയും തമ്മിലുള്ള കൂട്ടുകെട്ടെന്ന്. ഈ നമ്മുടെ ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ, ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ BJP പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കൂട്ടുകെട്ടിന്റെയൊക്കെ കാര്യം നടക്കുന്നതാണോ ശ്രീ കുഞ്ഞിക്കണ്ണൻ? അതങ്ങനെ വിശ്വസിക്കാവുന്ന ഒരു പ്രയോഗമാണോ? കേരളത്തിലെ കോൺഗ്രസ് ഒരു പ്രത്യേക കോൺഗ്രസ്സാണ്. അതെല്ലാ കാലത്തും ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചു പോയ കോൺഗ്രസ് ആണ്. BJPയുടെ ഹിന്ദുത്വ അജണ്ട പലപ്പോഴും കേരളത്തിലെ കോൺഗ്രസിന്റെ അജണ്ടയായിരുന്നു. 1967 മലപ്പുറം ജില്ല വന്നപ്പോ കുട്ടി പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് ജനസംഘക്കാരും RSSകാരല്ല, കേരള നിയമസഭ അന്നത്തെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതിനിധി പ്രസംഗിച്ചതാണ് മലപ്പുറം ജില്ല കുട്ടി പാകിസ്ഥാനാണെന്ന്. നിയമസഭാ നടപടിക്രമങ്ങളുടെ രേഖ നമ്മുടെ മുമ്പിലുണ്ടല്ലോ, പ്രൊസീഡിങ്സ് ഉണ്ടല്ലോ നമ്മുടെ മുമ്പില്. പ്രസംഗം നടത്തിയതാണ് അന്ന്, വലിയ ക്യാമ്പയിൻ മലബാർ നടത്തിയതാണ് ഇത് കുട്ടി പാകിസ്ഥാനാണെന്ന് പറഞ്ഞുകൊണ്ട്. എല്ലാ കാലത്തും ഇവിടുത്തെ കോൺഗ്രസുകാർക്ക് ഒരു ഹിന്ദുത്വ അജണ്ട ഉണ്ട്. കാരണം കോൺഗ്രസിന്റെ ഇവിടുത്തെ സാമൂഹിക അടിസ്ഥാന സവർണ ഹിന്ദുത്വ കുടുംബങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്. അതിന്റെ മറുപടി രാഹുൽ തരും. രാഹുലിലേക്ക് വരാം. രാഹുൽ കൈ കാണിക്കുന്നത് ഞാൻ കണ്ടു. രാഹുലിലേക്ക് വരാം. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ഇവിടെ ഈ തെരഞ്ഞെടുപ്പാണല്ലോ വിഷയം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ്, താങ്കളിലേക്ക് വരാം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, സമയമുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ സജീവ വിഷയമായി നിന്നു. അതിനുശേഷം പിന്നെ 2-3 മാസം ഒരു അനക്കവും കണ്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഒരു ഏജൻസിയുടെ ഭാഗത്തൊന്നും കണ്ടില്ല. ഇപ്പോൾ
പുതിയൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോഴാണ് ED അന്വേഷണം പ്രഖ്യാപിക്കുന്നു കിഫ്ബിക്കെതിരെ. തൊട്ടു പിന്നാലെ ഇത്തരം ഒരു മൊഴി, രഹസ്യമൊഴി എന്ന രീതിയിൽ കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും CPM സംശയിക്കുന്നതിനെ നമുക്ക് അങ്ങനെ അങ്ങ് മാറ്റി കാണാൻ സാധിക്കുമോ? അല്ല രഞ്ജിത്തെ, അതിന് മുമ്പ് ഞാൻ 1-2 കാര്യം. സ്വപ്നയുടെ മൊഴിയെക്കുറിച്ച് എന്തോ കുഞ്ഞിക്കണ്ണൻ നേരത്തെ പറഞ്ഞല്ലോ. അല്ല കുഞ്ഞിക്കണ്ണ, അത് അന്വേഷിക്കാൻ വേണ്ടി പിണറായിയുടെ പോലീസ് തുടങ്ങിയത് എവിടെ എത്തി? എന്തേ അത് ആവിയായിപ്പോയോ? എന്തേ FIR പോലും വിട്ടില്ല? കുഞ്ഞിക്കണ്ണൻ അത് അന്വേഷിച്ചാൽ തോമസ് ഐസക്കിന്റെ പേഴ്സണൽ സ്റ്റാഫ് അഴിയണ്ണും. അതായത് ഈ ജയിലിൽ നിന്ന് നിങ്ങളാണ് ഇതിലെ കാര്യങ്ങൾ ഉണ്ടാക്കിയത്. ജയിലിൽ നിന്ന് പുറത്തു വന്നോ? അവരുടെ സംഭാഷണം എന്ന് പറഞ്ഞ് പുറത്തു വന്ന കാര്യമല്ലേ അതാരാണ് റെക്കോർഡ് ചെയ്യിച്ചത് എന്നും ആരിലൂടെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അത് പുറത്തു വന്നത് എന്നും വളരെ വ്യക്തമായിട്ട് പുറത്തു വന്ന കാര്യമല്ലേ? എന്താ കേരള പോലീസ് അന്വേഷിക്കുന്നില്ല? FIR എന്താ ഇടാത്തത്? അപ്പൊ ഒരു കാര്യം ശരിയാ, അത് ആരാണ് റെക്കോർഡ് ചെയ്യിപ്പിച്ചത്, ആരാണ് പ്രലോഭിപ്പിച്ചത്? മാത്രമല്ല കുഞ്ഞിക്കണ്ണൻ ഈ ഇന്ന് അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നതിന് സത്യപ്രസ്താവനയുടെ 11ാമത്തെ പാരഗ്രാഫ് ഒന്നെടുത്ത് വായിക്കണം. അവർ EDയുടെ കസ്റ്റഡിയിലായിരുന്നില്ല. കേരളത്തിലെ പിണറായിയുടെ നിയന്ത്രണത്തിലുള്ള ജയിൽ വകുപ്പിന്റെ കീഴിൽ ജയിൽ വകുപ്പിനെ കുറിച്ച് പരമോന്നത നീതിപീഠം പറഞ്ഞ കാര്യങ്ങൾ 11ാമത്തെ പാരഗ്രാഫ്. നമ്മുടെ TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നവർക്ക് ജയിലിൽ കിടക്കുന്ന സൗകര്യങ്ങൾ, നിങ്ങൾക്കിഷ്ടമില്ലാത്തവരുടെ ശാരീരിക മാനസിക പീഡനങ്ങൾ, ജയിൽ ഡോക്ടർ കൊടുത്ത മൊഴികൾ മുക്കിയത്, ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു നിങ്ങളുടെ സംസ്ഥാനത്തിന് അപ്പുറത്തുണ്ടായിരുന്നെങ്കിൽ സ്വപ്ന ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ രാഷ്ട്രീയമായി നേരിടുമെന്ന്. നിങ്ങൾക്ക് തെറ്റിപ്പോയി കുഞ്ഞിക്കണ്ണ. സുമിത് കുമാറിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു, സ്വപ്നയെ കൊല്ലാൻ ശ്രമിച്ചത് മാതിരിയിൽ പല ജഡ്ജിമാരെയും നിങ്ങൾ ഭീഷണിപ്പെടുത്തി. അതൊക്കെ കാലം കഴിഞ്ഞു. അങ്ങനെ പേടിപ്പിച്ചിട്ട് കോടതിയിൽ പോയ കഥ പറഞ്ഞല്ലോ. നേരത്തെ ലൈഫ് മിഷനിൽ കോടതിക്ക് അവകാശമില്ല എന്ന് വിധി കുഞ്ഞിക്കണ്ണൻ പ്രസ്താവിക്കുമ്പോൾ പരമാവധി നീതിപീഠമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അപ്പം താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഇനി മലപ്പുറം ജില്ലയുടെ കാര്യം EM ശങ്കരൻ നമ്പൂതിരിപ്പാട് തന്നെ പറഞ്ഞു അത് എനിക്ക് പറ്റിയ തെറ്റാണ് എന്ന്. അത് കോൺഗ്രസ്സുകാർ പറഞ്ഞതിന് അപ്പുറത്തേക്കൊന്നും കുഞ്ഞിക്കണ്ണൻ ഇപ്പോൾ വായിക്കുന്ന ഒരു ഇടതുപക്ഷത്തിന്റെ സുഹൃത്താണല്ലോ കുഞ്ഞിക്കണ്ണൻ. കേരളം മലയാളം മാതൃഭൂമിയിലൊക്കെ പറഞ്ഞോ എന്റെ മാഷ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതി. കൃത്യമായിട്ട് പറഞ്ഞു ഇത്തരം ചർച്ചകൾ വസ്തുതാവിരുദ്ധവും ചരിത്രവിരുദ്ധവുമായ കാര്യങ്ങൾ എഴുന്നേക്കരുത് മാഷേ. അതൊരു മര്യാദയുടെ പ്രശ്നമാണ്. നിങ്ങൾ അവസരം ഇനിയും തരും. നിങ്ങൾ ആ സമയം സംസാരിച്ചപ്പോൾ നിങ്ങൾ എല്ലാം ഞാൻ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധനായി ചിത്രീകരിക്കപ്പെടുമായിരുന്നു. കേരളം മലയാള മാതൃഭൂമി കുഞ്ഞിക്കണ്ണൊന്ന് വായിച്ചിട്ടുണ്ടല്ലോ. ചർച്ചയിലേക്ക് വരും. നമുക്ക് മറ്റ് കാർഡ് കയറി പോകണ്ട. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ കാര്യത്തിലേക്ക് അല്ല, താങ്കൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ രഞ്ജിത്തെ. ഞാനിവിടെ പറയുന്നത് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞല്ലോ BJPയും കോൺഗ്രസും തമ്മിലാ ബന്ധമെന്ന്. ഞാൻ ചോദിക്കട്ടെ, സീറ്റ് ചർച്ച നടത്തി, കേരളത്തിന്റെ പുറമെ ഒക്കെ പെട്ടു. ഇനി കേരളത്തിലെ കോൺഗ്രസ് പ്രത്യേക കോൺഗ്രസ്, ഇത് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് അല്ലേ? ആ രാഹുൽ ഗാന്ധിയും നിങ്ങളും ഒരുമിച്ച് വാളുയർത്തി നിൽക്കുന്ന ചിത്രം തമിഴ്നാട്ടിൽ വളരെ പ്രബലമല്ലേ? അപ്പോൾ ഒക്കെ ചങ്ങാതിമാരാരാണ്, സുഹൃത്തുക്കൾ ആരാണ്? നമുക്ക് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് രഞ്ജിത്തെ മറ്റൊന്നുമല്ല. താങ്കൾ പറഞ്ഞത് ശരിയാ. ഈ കേസ് അന്വേഷണം പൂർത്തിയാക്കുന്നതിൽ കേരള ഗവൺമെന്റ് കാണിക്കുന്ന കുറ്റകരമായ നിസ്സഹകരണം. ഇപ്പോൾ നേരത്തെ വക്കീൽ തന്നെ പറഞ്ഞു ഇതൊരു സാധാരണ മൊഴിയല്ല, ഇതിനാവശ്യമായ അനുബന്ധമായ തെളിവുകൾ സമാഹരിക്കണം. അതിന് ആരോപിക്കപ്പെട്ട സ്പീക്കറെ വിളിച്ചു വരുത്തിയപ്പോൾ എന്താ പറഞ്ഞത്? സ്പീക്കറെ ഒരു കാരണവശാലും ചോദ്യം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. അദ്ദേഹത്തിന് ഭരണഘടനാ പരിരക്ഷയുണ്ട്. ഇവിടെ വീരസ്യം മുഴക്കുന്നവർ, ഈ ആഫീസിലേക്ക് ചർച്ച ചെയ്യുന്നവർ, എന്തുകൊണ്ട് ഇത് സത്യസന്ധമാണ്, അദ്ദേഹം നിഷ്കളങ്കനാണ്, നിരപരാധിയാണെങ്കിൽ ഈഴിയുടെ മുമ്പിൽ ചോദ്യം ചെയ്യാൻ എത്തുന്നില്ല? ഒരു കാരണവശാലും ഈഴിയുടെ മുമ്പിൽ ഞങ്ങൾ എത്തില്ല. ഇനി നേരത്തെ പറഞ്ഞ കിഫ്ബിയുടെ കാര്യം പറഞ്ഞല്ലോ, എന്തൊക്കെയാ ഇപ്പൊ കൊണ്ടുവന്നത്? ഒരു സ്ത്രീയെ സെക്ഷൽ ഹറാസ്മെന്റ്. പക്ഷെ കുഞ്ഞിക്കണ്ണൻ അറിയോ, അവരന്വേഷിച്ച എല്ലാ മൊഴി രേഖപ്പെടുത്തിയതും ക്യാമറയിൽ രേഖപ്പെടുത്തിക്കൊണ്ടാ. നിങ്ങൾ ഇതിലപ്പുറവും പറയുമെന്ന് അറിയാവുന്ന ആളാണ്. സുമിത് കുമാറിനെ കൊല്ലാൻ ശ്രമിച്ചു, വ്യാജ കേസുകൾ കൊടുത്തു, ഇമ്മോറൽ, ഇല്ലീഗൽ, ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാനും പ്രാർത്ഥിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി, എന്റെ കൂടി മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ഇത്തരത്തിൽ രാജ്യദ്രോഹത്തിനും ഇത്തരം സ്വർണ്ണക്കള്ളക്കടത്തിനും കേരളത്തെ സഭ തകർത്ത് കൂട്ടു നിൽക്കരുതേ എന്ന്. പക്ഷേ അതിന് സാക്ഷിയായ ആൾ, അത് അനുഭവിച്ച ആൾ, അതിന്റെ മീഡിയേറ്ററായും പരിഭാഷകയായി നിന്ന ആൾ, അറബി അറിയാത്ത മുഖ്യമന്ത്രിക്കും ശിവശങ്കറിനും ഇടയിൽ കോൺസുലേറ്റിനോട് ഹിന്ദിയിൽ പരിഭാഷപ്പെടുത്തിയവർ, പണം എണ്ണിക്കൊടുത്തപ്പോഴും വാങ്ങിയപ്പോഴും സാക്ഷിയായ ആൾ പറയുന്ന മൊഴിയിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയോ ഭയക്കുന്നു. ശരി രാഹുൽ, ഇവിടെ ഒക്കെ ചങ്ങായിമാർ ആരാണ് എന്നുള്ളതാണ് പരസ്പരം ആക്ഷേപം ഉന്നയിക്കുന്നതിനപ്പുറത്ത് എന്താണ്
അതിൽ രാഹുൽ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ശ്രീ രഞ്ജിത്ത്, എനിക്ക് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയാനുള്ള സാവകാശം തരണം. ഒന്ന്, കുഞ്ഞിക്കണ്ണം സഖാവ് പറയുകയാണ് ഇവിടെ കോൺഗ്രസ് സംഘപരിവാറിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് എന്ന്. കേരളത്തിലെ കോൺഗ്രസിന് എല്ലാ കാലഘട്ടത്തിലും മൃദു ഹിന്ദുത്വം ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. കുഞ്ഞിക്കണ്ണൻ സഖാവേ, ചരിത്രം എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ തിരിഞ്ഞുകൊത്തുന്ന ഒന്നാണ്. KPCCയുടെ പ്രസിഡന്റുമാരായിട്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാം മാറി മാറി ഉണ്ടായിട്ടുണ്ട്. CPM-ന്റെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ EMS നമ്പൂതിരിപ്പാട് തൊട്ട് കോടിയേരി ബാലകൃഷ്ണൻ വരെ, അത് CH കണാരനിലൂടെയും AK ഗോപാലനിലൂടെയും BS അച്യുതാനന്ദനിലൂടെയും EK നയനാരിലൂടെയും എല്ലാം കടന്ന് പിണറായി വിജയനിലൂടെ കോടിയേരി ബാലകൃഷ്ണൻ വരെ എത്തുമ്പോൾ, ഇപ്പോൾ ആക്ടിംഗ് സെക്രട്ടറിയായി വിജയരാഘവൻ വരെ ഉള്ളപ്പോൾ പേരിനെങ്കിലും മറ്റൊരു ഹിന്ദുമതം അല്ലാത്ത ഒരാൾക്ക് അവസരം കൊടുത്തിട്ടുള്ള ഒരു പാർട്ടിയാണോ നിങ്ങളുടേത്? മുഖ്യമന്ത്രിമാരെ എടുക്കുമ്പോൾ എത്രയെത്ര ന്യൂനപക്ഷ അംഗങ്ങൾക്ക് അവസരം കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. കേരളത്തിലെ CPM-ന്റെ അവസ്ഥയോ EMS നമ്പൂതിരിപ്പാടിനെയും EK നയനാരെയും BS അച്യുതാനന്ദനെയും പിണറായി വിജയനെയും പോലുള്ള ഹിന്ദുക്കളെ മാത്രം മുഖ്യമന്ത്രിമാരാക്കിയ CPM-ന്റെ പാരമ്പര്യം ഇരുന്നിട്ടാണോ പറയുന്നത് മൃദു ഹിന്ദുത്വം ആർക്കാണ്? ഇവിടെ കേരളത്തിൽ സംഘപരിവാറിന്റെ ഏറ്റവും വലിയ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടി ഏതാണ്, അവരുടെ അജണ്ടകൾ നടപ്പാക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു തർക്കവുമില്ലാതെ ഞാൻ പറയും അത് BJP അല്ല, CPM ആണ്. വെറുതെ പറയുകയാണോ? പിണറായി വിജയനും സംഘപരിവാറും തമ്മിലുള്ള ബാന്ധവം ഇന്നും ഇന്നലെയും തുടങ്ങിയതാണോ? അദ്ദേഹം 77 തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പിൽ നിന്ന് മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് നമ്മൾ മറന്നുപോയോ? ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ സഹായത്തിന് വേണ്ടിയിട്ട് എത്തിയതാരാണ്? ഉദുമയിൽ അന്ന് നിങ്ങളുടെ മുന്നണിയിൽ മത്സരിച്ച ആളുടെ പേരിലല്ലേ ഇന്ന് BJP-യുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മാറാറായിരുന്നില്ലേ അന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥി ഉദുമയിലെ? അന്ന് പാലക്കാട് ശിവദാസ മേനോന് വേണ്ടിയിട്ടല്ലേ മുരളി മനോഹർ ജോഷിയും അതുപോലെ തന്നെ LK അദ്വാനിയും വന്നത്? അങ്ങനെ കേരളത്തിൽ സംഘപരിവാർ പ്രസ്ഥാനത്തെ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ സംഘപരിവാർ പ്രസ്ഥാനത്തെ 2 MP-മാര് മാത്രം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയെ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഏത് ചെകുത്താനെയും കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസിനെ തോൽപ്പിക്കുമെന്ന് പറയുന്ന CPM-ന്റെ പ്രഖ്യാപിതമായ നയത്തിന്റെ ഭാഗമായിട്ടല്ലേ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യ മഹാരാജ്യത്തുമെല്ലാം BJP വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത്? അതവിടെ നിൽക്കട്ടെ. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ മൃദു ഹിന്ദുത്വ അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ആർക്കും തർക്കമൊന്നുമില്ല, അത് CPM. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇവിടെ പിണറായി വിജയൻ അല്ലെങ്കിൽ CPM എത്ര വിചിത്രമായ ന്യായങ്ങളാണ് പറയുന്നത്. ഈ വിഷയം, സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയം, അതുപോലെ ഡോളർ കടത്തടക്കമുള്ള വിഷയം ആദ്യമായി പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ? എനക്കൊന്നും അറിയില്ല. അതിനുശേഷം തുടരന്വേഷണങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ നിഴലായിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു ഒപ്പിടാൻ പോലും അറിയില്ല, ഞാൻ കൊടുക്കുന്ന പേപ്പറുകളിലൊക്കെ ഒപ്പിടുന്ന ഒരു വ്യക്തി മാത്രമാണ് പിണറായി വിജയൻ എന്ന് പറയത്തക്ക രീതിയിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്ന ശിവശങ്കരൻ കുടുങ്ങിയ സമയത്ത് പിണറായി വിജയൻ എന്താ പറഞ്ഞത്? എനിക്ക് മടിയിൽ കനമില്ല, അതുകൊണ്ട് വഴിയിൽ ഭയക്കേണ്ട എന്ന്. അങ്ങനെ പറഞ്ഞ് കേന്ദ്ര ഏജൻസികളെ, സത്യം പറഞ്ഞാൽ ഈ സേതുരാമയ്യ CBI-യിലെ ടെയ്ലർ മണിയുടെ അവസ്ഥയില്ല പിണറായി വിജയൻ. ടെയ്ലർ മണി ഒരു കൊലപാതകം ചെയ്തതിന് ശേഷം ആരും അറിയാതെ അദ്ദേഹം അത് അറിയാതിരിക്കാൻ വേണ്ടി മറച്ചു പിടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പൊതുജന സദസ്സെല്ലാം നടത്തി ഒരു ജനകീയ മുന്നണിയൊക്കെ രൂപീകരിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടു. CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് അവസാനം അന്വേഷണം നടത്തിയപ്പോൾ ടെയ്ലർ മണിയെ കുറ്റക്കാരൻ എന്ന് പറയുന്ന പോലെ പിണറായി വിജയൻ ആദ്യം കത്തയച്ചു കേന്ദ്രത്തിന്. എന്താ? ഇവിടെ കേന്ദ്ര ഏജൻസികൾ വന്ന് അന്വേഷിക്കട്ടെ. കേന്ദ്ര ഏജൻസികൾ വന്നു, അന്വേഷിച്ചു. മുഖ്യമന്ത്രിയുടെ പങ്ക് വന്നപ്പോൾ ആദ്യം എന്താ ചെയ്തത്? ഇവർ രാഷ്ട്രീയമായി ഇതിനെ പ്രതിരോധിച്ചു, സമരങ്ങൾ നടത്തി, ജാഗ്രതാ സദസ്സുകൾ നടത്തിയില്ലേ നിങ്ങൾ കേരളത്തിൽ? എല്ലാ ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ, എല്ലാ വീടുകളുടെയും നേതൃത്വത്തിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരായിട്ട് നിങ്ങൾ എല്ലാ വീടുകളുടെയും വാതിക്കൽ നിർത്തിയിട്ട് സമരം നടത്തിയില്ലേ നിങ്ങൾ? അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്തത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഭരണഘടനാപരമായ പദവിയിലിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഔദ്യോഗികമായി കത്തയച്ചില്ലേ പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ ഒരു അന്വേഷണം നടത്തുവാൻ പാടില്ല എന്ന് പറഞ്ഞ്? നിങ്ങൾ കോടതിയിൽ പോയില്ലേ? ഇപ്പോൾ നാളെ നിങ്ങൾ സമരം ചെയ്യുവാൻ പോവുകയല്ലേ കസ്റ്റംസിനെതിരായിട്ട്? അപ്പോൾ നിങ്ങൾ തന്നെ ഒരറ്റത്തൂടെ നിങ്ങൾ കത്തയച്ച് കേന്ദ്ര ഏജൻസികളോട് വരാൻ പറയുന്നു. ആ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ നേതാക്കന്മാർ, മുഖ്യമന്ത്രിയാണ് കൊടുക്കുന്നത്. കേരളത്തിന് അപമാനമല്ലേ ഇത്? ഇതൊരു തെരഞ്ഞെടുപ്പാണോ? തെരഞ്ഞെടുപ്പ് സ്റ്റെൻഡിനെ പറ്റി പറയുന്നു. ഇവിടെ കുഞ്ഞിക്കണ്ണൻ സഖാവ് പറയുന്നത് എന്താ? ഇവിടെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത് ഉന്നയിക്കുന്നതിനകത്താണ് പ്രശ്നം. ഇത് തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടല്ലേ? ഞങ്ങളുടെയും പരാതി എന്താ? 2 മാസം വൈകിപ്പിച്ചു എന്നുള്ളതാ. ആരായി പറയുന്നതെന്ന് ആലോചിക്കണം. തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ ലാക്കോടുകൂടി പ്രവർത്തിക്കുവാൻ പാടില്ല എന്ന് കുഞ്ഞിക്കണ്ണൻ സഖാവ് തന്നെ പറയണം. നിങ്ങൾക്കറിയാമോ, വേങ്ങര ബൈ ഇലക്ഷന്റെ സമയത്ത്, വേങ്ങര ബൈ ഇലക്ഷന്റെ ദിവസമായിരുന്നു സോളാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ആദ്യത്തെ റിപ്പോർട്ട് പിണറായി സർക്കാർ പുറത്തുവിട്ടത്, അന്വേഷണം പ്രഖ്യാപിച്ചത്. അതിനുശേഷം പിന്നെ എന്തെങ്കിലും അനങ്ങിയോ? പിന്നെ നിങ്ങൾ എപ്പോഴാ സോളാർ കമ്മീഷനെ പറ്റി പറഞ്ഞത്? പിന്നെ പാർലമെന്റ് ഇലക്ഷൻ വന്നപ്പോൾ നിങ്ങൾ സോളാർ കമ്മീഷനെ പറ്റി പറഞ്ഞു. അതിനുശേഷം നിങ്ങൾ കേസ് മുന്നോട്ട് കൊണ്ടുപോയത് എപ്പോഴാ? ബൈ ഇലക്ഷൻ വന്നപ്പോൾ, 6 അസംബ്ലികളിലേക്ക് ബൈ ഇലക്ഷൻ വന്നപ്പോൾ നിങ്ങൾ വീണ്ടും സോളാർ റിപ്പോർട്ട് ഏറ്റെടുത്ത് പിടിച്ചു. പിന്നെ നിങ്ങൾ ആ സോളാർ റിപ്പോർട്ടിനെ പറ്റി പറഞ്ഞത് എപ്പോഴാ?
ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ. ഇതിനിടയ്ക്ക് തെരഞ്ഞെടുപ്പില്ലാത്ത ഒരു സമയത്ത് പോലും നിങ്ങൾ സോളാറിനെ പറ്റി മിണ്ടിയിട്ടേ ഇല്ല. അപ്പൊ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം സോളാർ കമ്മീഷന്റെ റിപ്പോർട്ട് പൊടിതട്ടിക്കൊണ്ടുവരുന്ന കുഞ്ഞിക്കണ്ണൻ സാഹിബിന്റെ പാർട്ടിയാണോ പറയുന്നത് ഈ അന്വേഷണ ഏജൻസികളെ മറുപടി നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ എനിക്ക് സമയം തരണം. പറയാം. ഒന്നാമത്തെ പ്രശ്നം, ഈ സംഘപരിവാറിന്റെ അജണ്ടയിൽ കളിക്കുന്നത് ആരാണ് എന്ന കാര്യത്തിൽ രാഹുലിന് ഒരു വ്യക്തതയില്ലാത്ത പ്രശ്നമുണ്ട്. അദ്ദേഹം കോൺഗ്രസിന്റെ ഈ IT സെൽ ഉണ്ടാക്കുന്ന കുറിപ്പ് വെച്ചിട്ട് ഇവിടെ സംസാരിച്ചാൽ ശരിയാവില്ല. ചരിത്രം അതല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ത്യയിൽ സംഘപരിവാറിന് വേണ്ടിയിട്ട് ബാബറി മസ്ജിദ് നിൽക്കുന്ന സ്ഥാനത്ത് രാമക്ഷേത്രമാണെന്ന് സ്ഥാപിക്കാൻ കൂട്ടുനിന്നത് ആരാണെന്ന് രാഹുലിന് അറിയൂ? ഗോവിന്ദ് വല്ലഭായ് പന്ത, അന്നത്തെ UP മുഖ്യമന്ത്രി ജവഹർലാൽ നെഹ്റു പള്ളിക്കകത്തേക്ക് അതിക്രമിച്ച് കൊണ്ടുവച്ച വിഗ്രഹങ്ങൾ എടുത്ത് സരയൂ നദിയിലേക്ക് എറിയണമെന്നാ പറഞ്ഞത്. അത് അവിടെ തന്നെ വെച്ച് അത് തർക്കഭൂമിയാക്കി പൂട്ടിയിട്ടത് UP കോൺഗ്രസ് ഹിന്ദുത്വവാദികളാണ്. ആ ഹിന്ദുത്വവാദികളുടെ പുതിയ തലമുറയാണ് ഇപ്പൊ BJP നേതാക്കൾ ആയി യോഗി ആദിത്യനാഥിന്റെ മന്ത്രിസഭയിലുള്ളത്. ഉത്തർപ്രദേശിലെ PCC പ്രസിഡന്റ് റീത്ത ബഹുഗണ ഉൾപ്പെടെയുള്ള ആളുകള്, രാഹുൽ ഉൾപ്പെടെയുള്ള ആളുകള് അങ്ങോട്ട് കാല് നീട്ടി നിൽക്കുന്ന ആൾക്കാരാണല്ലോ. എന്നിട്ട് ഞങ്ങൾ സംഘപരിവാറിന്റെ അജണ്ടയാണ്, ഞങ്ങളാണ് യഥാർത്ഥ സംഘപരിവാർ എന്നൊക്കെ പറയാൻ അപാരമായ തൊലിക്കെട്ട് തന്നെ വേണം രാഹുലെ. ചരിത്രം എന്താണ് നമുക്കറിയാമല്ലോ. ബാബറി മസ്ജിദ് തകർക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഭരണ നടപടികൾക്കും നിങ്ങൾ കൂട്ടുനിന്നു. അല്ല, രാഹുൽ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അവസാനമുണ്ടായ സോളാർ കേസുമായി ബന്ധപ്പെട്ടാണ്. അതേ രീതിയിൽ തന്നെയാണ് ഒരു സ്ത്രീയുടെ മൊഴിയുടെ പുറത്താണ് ഇപ്പോൾ സർക്കാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പ്രതിക്കൂട്ടിലാവുന്നത്. അനുവദിക്കുന്ന പോലെ അയാൾ അനുവദിച്ചല്ലോ രഞ്ജിത്തെ. പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കാൻ അയാൾ നിങ്ങൾ അനുവദിച്ചല്ലോ. ഞാൻ പറയും എന്താ രഞ്ജിത്ത് ഇടപെടുന്നത്? ഈ അനുവദിക്കപ്പെട്ട സമയത്തിനകത്ത് ഞാൻ പറയും. അത് ആ ഒരു മര്യാദ ഞാൻ പാലിക്കും. ഒന്നാമത്തെ പ്രശ്നം, സംഘപരിവാറിന് ദേശീയ തലത്തിൽ 2 സീറ്റിൽ നിന്ന് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് നിങ്ങളാണ്. 77 പിണറായി വിജയനെ കൂത്തുപറമ്പിൽ പിന്തുണക്കുമ്പോൾ ജനസംഘം പിരിച്ചുവിടാൻ ആവശ്യപ്പെട്ടു ജയപ്രകാശ് നാരായണൻ. എന്ത് ജനതാ പാർട്ടി ഉണ്ടാക്കി. ഇന്ദിരാഗാന്ധിയുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരായിട്ട് നടന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലാണ് പിന്തുണച്ചത്. പിന്നീട് ജനസംഘക്കാര് RSS മെമ്പർഷിപ്പ് ഉള്ള ആളുകളായി, ഇരട്ട അംഗത്വമുള്ള ആളുകളായി ജനതാ പാർട്ടിയിൽ നിന്നപ്പോൾ അത് ഉന്നയിച്ച് ഇന്നത്തെ BJP രൂപീകരണത്തിലേക്ക് അവരെ എത്തിക്കുന്നത് ആരാന്നറിയോ? ജനതാ പാർട്ടി അവരെ പുറന്തള്ളുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഇന്ത്യയിലെ മാർക്സിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളുമാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ട എന്താണ്? കോൺഗ്രസിനകത്തെ പടലപ്പിടക്കത്തിന്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള മുന്നണികൾ പിന്നീട് ദേശീയ തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ അവസാനം VP സിംഗിന്റെ മന്ത്രിസഭ മണ്ഡൽ കമ്മീഷൻ കൊണ്ടുവന്നപ്പോ സവർണ ലോബി കോൺഗ്രസുകാരും BJPക്കാരും ഒക്കെ ഒന്നിച്ചില്ലേ? എന്നിട്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നില്ലേ VP സിംഗിനെതിരായിട്ട്? നിങ്ങളും BJPക്കാരും ഒന്നിച്ച് കൈപൊക്കിയിട്ടല്ലേ VP സിംഗിനെ താഴെ ഇറക്കിയത്? അതിനുശേഷമല്ലേ നടന്ന തെരഞ്ഞെടുപ്പിലല്ലേ BJP ഇന്നത്തെ രീതിയിലേക്ക് വളർന്നു വന്നത്? ഇതെല്ലാം ചരിത്രമാണ്. ആ ചരിത്രം യുവാവായിട്ടുള്ള കോൺഗ്രസ് നേതാവ് മനസ്സിലാക്കണം. നിങ്ങൾ കോൺഗ്രസ്സുകാർ സ്ഥിരമായി പറയുന്ന കുറെ പല്ലവികളൊന്നും ആവർത്തിച്ചിട്ടൊന്നും കേരളം പോലൊരു സമൂഹത്തിൽ നിങ്ങൾക്ക് CPM-നെ അങ്ങ് സംഘപരിവാറാക്കി കളയാമെന്ന് നിങ്ങൾ ആരും വ്യാമോഹിക്കണ്ട. ഈ എമ്മുമായിട്ട് കെട്ടിപ്പിടിക്കുകയും ശാളനയിക്കുകയൊക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ PJ കുര്യൻ മാത്രമല്ല, ശ്രീമാൻ ഉമ്മൻചാണ്ടി വരെ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ശശി തരൂർ വരെ പുറത്തു വന്നു കഴിഞ്ഞു. രണ്ടുപേരും എടുത്തു കാണിക്കുന്നത് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ജനപത് ടെന്നിൽ പോകുന്ന ആളാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇത് മാത്രമാണ്. അതായത് കോൺഗ്രസ് എല്ലാ കാലത്തും RSSന്റെ അജണ്ടയിൽ BJPയുടെ അജണ്ടയിൽ എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. സ്വന്തം നിലനിൽപ്പ് നഷ്ടപ്പെട്ട ഇടതുപക്ഷം കാണിക്കുന്ന വെപ്രാളമായിട്ട് നമുക്ക് ഇതിനെ കാണേണ്ടതുള്ളൂ. നിങ്ങൾ ആരും സംസാരിക്കുന്നത് ഇത് ഇടതുപക്ഷത്തിന്റെ വെപ്രാളമാണ്. പിടിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് രഞ്ജിത്ത് അനുവദിച്ച സമയം എനിക്ക് അനുവദിച്ച സമയമായതുകൊണ്ടാ, എന്നോട് ചോദിച്ചതുകൊണ്ടാ, എന്നിൽ നിന്ന് കട്ട് ചെയ്തോട്ടെ. പറയുന്നില്ല. ഞാൻ ഈ രാഹുലിനെ പോലുള്ള ആളുകൾക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ ഇഷ്ടം പോലെ സംസാരിക്കാൻ സമയം കൊടുക്കുക. അങ്ങനെ പറയല്ലേ, താങ്കൾക്ക് സമയം തന്നിരുന്നു. ചോദ്യം ചോദിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ അഗ്രസീവായി സംസാരിക്കുന്നത്. എന്നോട് സംസാരിക്കേണ്ട, പ്രേക്ഷകരോട് സംസാരിക്കാം. സ്പീക്കറും തമ്മിൽ എട്ടിയിരിക്കുന്ന ഒരു വലിയ ഗൂഢാലോചനയുടെ ഇരയായി പങ്കാളിയായിരുന്നു എന്നുള്ളതും കേരളത്തിന്റെ പൊതുബോധത്തെ തന്നെ അവമതിക്കുന്ന രൂപത്തിൽ മുഖ്യമന്ത്രി ഒരു വലിയ കേസിൽ അകപ്പെട്ടിരിക്കുന്നു. അതിന്റെ തെളിവുകൾ പുറത്തു വരുമ്പോൾ രാഷ്ട്രീയമായി നടക്കുന്ന ഇത്തരത്തിലുള്ള ഈ പ്രചരണം കൊണ്ട് അവർ രക്ഷപ്പെടില്ല. കുഞ്ഞിക്കണ്ണ, നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി നഗ്നനാണ്, അദ്ദേഹം പങ്കാളിയാണ്. സ്പീക്കറുടെ പ്രവർത്തനങ്ങൾ
നിങ്ങളുടെ 3 മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ ഇത് ഈ രാജ്യത്തെ ജനപക്ഷത്ത് നിന്നല്ല, മറിച്ച് അക്രമികൾക്കും കള്ളക്കടത്തുകാർക്കും രാജ്യദ്രോഹികൾക്കും ചൂട്ടുപിടിക്കുന്ന നിങ്ങൾ താമസം വിന ജനങ്ങളുടെ മുമ്പിലും നീതിപീഠത്തിന് മുമ്പിലും സമാധാനം പറയേണ്ടി വരും എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ശരി, രാഹുൽ പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ. രാഹുൽ, വളരെ പെട്ടെന്ന്. അല്ല, കേരളത്തിൽ BJPക്ക് സത്യം പറഞ്ഞ പെയിന്റ് വാങ്ങേണ്ടുന്ന ജോലി മാത്രമേ ഉള്ളൂ. വിഴിഞ്ഞം തൊട്ട് റാന്നി വരെ CPM-ന്റെ പാർട്ടി കമ്മിറ്റി ഓഫീസുകൾ, പാർട്ടി അണികൾ ഉൾപ്പെടെ BJP ആയിക്കോട്ടെ ജയിക്കുമ്പോൾ ആ പാർട്ടി കമ്മിറ്റി ഓഫീസിന്റെ വാതിക്ക് BJP ഓഫീസ് എന്ന് എഴുതേണ്ട വാദം മാത്രമേ ഓർക്കുള്ളൂ. ഇവിടെ ആകെയുള്ള വിഷയം എന്താ? ഇവിടുത്തെ വിഷയം ഇതൊന്നുമല്ല. ലാവ്ലിൻ കേസിൽ അകത്ത് പോകാനിരുന്ന പിണറായി വിജയൻ, അതൊരു അഴിമതി കേസായിരുന്നു, എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞെങ്കിലും ചെയ്യാം. അതിനേക്കാൾ ഗുരുതരമായ രാജ്യദ്രോഹ കേസിൽ സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും ഒരു മുഖ്യമന്ത്രിക്ക് പറ്റിയ പണിയാണോ സഖാവ് ഇതൊക്കെ? രാഹുലെ സാമാന്യ ബോധമുള്ള ആളുകൾക്ക്, രാഹുലിനെ പോലെയുള്ള രാഷ്ട്രീയ സംഘത്തിനപ്പുറത്ത് സാമാന്യ ബോധമുള്ള ആളുകൾക്ക് അറിയാം, ഈ ലൈഫ് പദ്ധതി 20 കോടിയുടെ പദ്ധതിയുടെ കമ്മീഷനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. അത് വിദേശ വിനിമയം, അതിന്റെ നാണയ വിനിമയവുമായി ബന്ധപ്പെട്ടാണോ ഈ ഡോളർ കടത്ത് എന്ന് പറയുന്നത്? എത്ര കോടി രൂപയുണ്ടാകും രാഹുലെ? അപ്പൊ നിങ്ങൾ ഈ പറയുന്നത് സാധാരണ ജനങ്ങളുടെ യുക്തിബോധത്തെ പോലും ചോദ്യം ചെയ്യുന്നതാണ്. നിങ്ങൾ ഡോളർ കടത്ത്, വലിയ രീതിയിലുള്ള രാജ്യദ്രോഹം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പേടിച്ചു പോകുന്ന കരുതുന്നുണ്ടോ? ശരി, നന്ദി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഒപ്പം ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത വിലയേറിയ അഭിപ്രായം പങ്കുവച്ചതിന്. ഏതായാലും പിണറായി വിജയനും മറ്റ് 3 മന്ത്രിമാർക്കുമെതിരെയുള്ള സ്വപ്നയുടെ രഹസ്യമൊഴി പുറത്തായതാണ് കഴിഞ്ഞ 1 മണിക്കൂറായുള്ള ചർച്ചയ്ക്ക് ആധാരമായത്. നമുക്ക് നാളെ മറ്റൊരു വിഷയവുമായി എത്താം. എല്ലാ അതിഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്